Thank you, Dr. Dhanesh. Thank you, Dr. Remya. Thank you, all doctors in English session. Thank you, all well-wishers in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1397-ാം ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ ഒരു ചർച്ചയാണ്. ഇന്നത്തെ വിഷയം മരവിപ്പ് അഥവാ നമ്പിനെസ്. നമ്പിനെസ് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. പൊതുവെ എല്ലാ മരവിപ്പുകളുടെ കാരണങ്ങളും അതിന്റെ ഹോമിയോപ്പതിക് മാനേജ്മെന്റുമാണ് ഇന്നത്തെ ചർച്ച. അപ്പൊ എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കുവാൻ റെഡിയായിരിക്കുക. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ ചർച്ചയുടെ ആമുഖമായി മരവിപ്പിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും അതിന്റെ ഹോമിയോപ്പതിക് മാനേജ്മെന്റിനെ കുറിച്ചും എല്ലാം ആമുഖമായി 2 വാക്ക് സംസാരിക്കുന്നതിനായി ഞാൻ ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കുന്നു. നന്ദി ശൈല ഡോക്ടർ. മരവിപ്പെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ സാധാരണ ഓർക്കുന്നത് നമ്മുടെ മുന്നിൽ ഓരോ ദിവസവും വരുന്ന, പ്രത്യേകിച്ചും വാർദ്ധക്യത്തോടനുബന്ധിച്ചുള്ള രോഗികൾ വരുമ്പോൾ അവർ പറയുന്ന എൻ്റെ ഡോക്ടർ ഈ മരവിപ്പ് കൊണ്ട് ആകെപ്പാടെ സഖി കെട്ട് ഞാൻ ഒത്തിരി ഡോക്ടർമാരെ കണ്ട്, എന്നിട്ട് ഇത് മാറുന്നില്ല, ഇത് എന്താ ഡോക്ടർ, ഇത് എന്നെയും കൊണ്ടേ പോകും. ഇങ്ങനെ ആയിരിക്കും മിക്കവാറും നമ്മളോടൊക്കെ പ്രായമുള്ള ആൾക്കാർ പലരും പറയുന്നത്. ഞാൻ അവിടുന്ന് കുഴമ്പ് മേടിച്ചിട്ട് മറ്റേ അവിടെ ഡോക്ടറെ കണ്ടിട്ട് ഓയിൻമെന്റ്സ് ഇട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഇതിനൊരു മാറ്റവും ഇല്ല, ഇതെന്താ ഇങ്ങനെ മാറാത്തത്? അപ്പൊ സ്വാഭാവികമായിട്ട് അവർ തന്നെ ചോദിക്കും, ഡോക്ടറെ എന്റെ തലച്ചോറിന്റെ കുഴപ്പം വല്ലതും ആണോ ഇത്? ശരിയാണ്. സാധാരണഗതി പറയുകയാണെങ്കിൽ നമ്മുടെ നെർവിനുണ്ടാകുന്ന എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടോ അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ മരവിപ്പ് എന്ന് നാം ടിംഗ്ലിംഗ് അഥവാ നമ്പ്നെസ് എന്നൊക്കെ നാം പറയുന്ന ഈ മരവിപ്പ്. തീർച്ചയായും ഈ മരവിപ്പ് വരുമ്പോൾ അതിന് എവിടെയെങ്കിലും ഇപ്പൊ തലച്ചോറിലാണ് ഒരു ക്ഷതം സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു ബ്രേക്ക് വരുന്നെങ്കിൽ തലയ്ക്കും കൈക്കും ശരീരം മൊത്ത ഭാഗങ്ങളിലും മരവിപ്പ് വരാം. എന്നാൽ ധനേഷ് ഡോക്ടർ സോറി, ഒരു കുട്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടാവുന്ന മ്യൂട്ട് ആക്കും. ആരുടെയാണ്, എവിടെയാണത്? ശൈല ഡോക്ടർ ഞാൻ തോന്നുന്നല്ലോ. ഓക്കെ 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 കണ്ടിന്യൂ. ഓക്കെ ഓക്കെ ചെയ്തോളൂ കണ്ടിന്യൂ. ഓക്കെ. അപ്പൊ തീർച്ചയായും ഈ മരവിപ്പ് വരുമ്പോൾ ഇത് ഇപ്പൊ നമ്മുടെ ഒരു ക്ഷതം സംഭവിക്കുന്നത് നടുവിനാണെങ്കിൽ കാലിനായിരിക്കും അതിന്റെ കൂടുതൽ ഇമ്പാക്റ്റും മരവിപ്പും വരുന്നത്. എന്നാൽ ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മരവിപ്പിന് പ്രത്യേകിച്ചൊരു ഡയബറ്റിക് ന്യൂറൈറ്റിസ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അത് പല ആൾക്കാരിലും ഈ മരവിപ്പ് കാരണം അവർക്കൊന്നും തന്നെ മനസ്സിലാക്കാൻ പോലും പറ്റില്ല. പല ആൾക്കാരും ഇന്നിപ്പോഴ് പ്രത്യേകതരം അക്യുപ്രഷർ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് മരവിപ്പ് മാറാൻ നല്ലതാണെന്നും പറഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഏത് മരവിപ്പ് വന്നാലും അതിനെ ആ രോഗി എന്താണോ, ഈ മരവിപ്പുള്ള രോഗികൾ തന്നെ മറ്റൊരു രീതിയിൽ മരവിപ്പിനെ പറയാറുണ്ട്. കാലിന് ഭയങ്കര പുകച്ചിലാണ്, അതുപോലെ തന്നെ കാലിന് ഭയങ്കര ഊത്തലാണ്. നമ്മൾ സാധാരണ ഊത്തലും ബേണിങ്ങും എന്നൊക്കെ പറയുമ്പോഴെല്ലാം തന്നെ ഒരു പെയിനിന്റെ ലിസ്റ്റിലാണ് പെടുന്നത്. പക്ഷെ മരവിപ്പും ഏകദേശം അതേ ലിസ്റ്റിൽ തന്നെയാണ് വരുന്നത്. അപ്പം വേദനകളുടെ തന്നെ മറ്റൊരു പര്യായം കൂടിയായിട്ട് മാറുകയാണ് ഈ മരവിപ്പ്. അപ്പം മരവിപ്പ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവരുടെ തലച്ചോറ് മുതൽ ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണോ, അതോ എന്തെങ്കിലും അപകടം ഉണ്ടായതിനു ശേഷം ഉണ്ടായതാണോ, അതോ ഇതൊന്നും ഇല്ലാതെ ഡയബറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ടാണോ, അതോ എന്തെങ്കിലും നമ്മുടെ നാടൻ ഭാഷയിൽ പറയും തലനീറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും അവരെ സ്ഥായിയായിട്ട് അലട്ടുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക രോഗം ഉണ്ടെങ്കിൽ അത് ഇതിനൊരു കാരണമായിട്ട് മാറാം. പിന്നെ
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിനൊക്കെ ഉപരി മാനസിക സമ്മർദ്ദം കൂടുന്ന സമയത്ത് പല ആൾക്കാർക്കും ഈ മരവിപ്പ് കൂടുതലാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നെ ഒരു രോഗി, ഞാൻ എൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ ഒക്കെ തുടക്കത്തിൽ വന്ന സമയത്ത് വർഷങ്ങളോളം ഒരു രോഗിയെ നമ്മളെ നാണം കെടുത്തുന്ന രീതിയിൽ ഈ മരവിപ്പുമായിട്ട് വരുമായിരുന്നു. പുറത്ത് പേഷ്യൻസ് ഇരിക്കുമ്പോൾ ഞാൻ ഈ മരവിപ്പിന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, ഒരു കുറവുമില്ല. അപ്പം നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഒരു കുറവില്ലെങ്കിൽ ഇത്രയും നാൾ എങ്ങനെയാണ് അവർ പിന്നെയും വന്നുകൊണ്ടിരുന്നത്. അപ്പം ചില പേഷ്യൻസ് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി ഇതിങ്ങനെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഒരു പരിധി വരെ ആ രീതിയിൽ നമ്മൾ അതിനെ നോക്കിക്കണ്ടാൽ നമുക്കതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷേ നമ്മളെപ്പോഴും ഇത് ഫങ്ഷണൽ പ്രശ്നം കൊണ്ടാണ്, അല്ലെ ശരീരത്തിലുണ്ടായ എന്തോ ക്ഷതവോ മുറിവോ എന്തോ, അല്ലെങ്കിൽ നെർവിനുള്ള തടസ്സങ്ങൾ കൊണ്ടോ നെർവ് ബ്ലോക്കുകൾ കൊണ്ടോ ഒക്കെ ആവാം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ വഴിതെറ്റി പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കുകയും ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യണം. അപ്പം നമ്മളിവരെ സാധാരണഗതി കൂടുതൽ കൗൺസിൽ ചെയ്താൽ അമ്മച്ചിയുടെ തോന്നലാണ്. പല ഡോക്ടർമാരും പറയുന്ന ഒരു കാര്യം, നമ്മൾ നോക്കിക്കഴിഞ്ഞ് ഇതൊരു തോന്നലാണ് കേട്ടോ അമ്മേ, അല്ലെ അച്ഛാ എന്നൊക്കെ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ രോഗിയെ സംബന്ധിച്ച് അവരത് അനുഭവിക്കുന്നവരാണ്. നമ്മളുടെ ദൃഷ്ടിയിൽ തോന്നലാണ്, അല്ലെ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന്റെ ദൃഷ്ടിയിൽ തോന്നലാണെന്ന് പറഞ്ഞാലും അത് തോന്നൽ തന്നെ ആവണമെന്നില്ല. തോന്നലാണെങ്കിൽ പോലും അത് ഒരിക്കലും അവർ സമ്മതിക്കില്ല. അപ്പം നമ്മളുടെ ആ രീതിയിലുള്ള കേസ് എടുത്തുള്ള ട്രീറ്റ്മെന്റിലോട്ട് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ പലരും വരുന്ന MRIയും CT ഒക്കെ എടുത്ത റിസൾട്ടും ഒക്കെ ആയിട്ടായിരിക്കും. അതിലൊന്നും ഒരു കുഴപ്പവും കാണുന്നില്ലെന്ന് പറയുന്നവരായിരിക്കും 90%, 90%അല്ല 98% എന്ന് വേണേലും പറയാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിന്നെ എന്താവും തടസ്സം എന്ന് നോക്കിക്കഴിഞ്ഞാൽ പല കേസുകളിലും ഒരേ കിടപ്പ് കിടക്കുക, കൂടുതൽ അനങ്ങാതിരിക്കുക, കൂടുതൽ നടക്കാതിരിക്കുക, എക്സസൈസുകളൊന്നും ചെയ്യാതിരിക്കുക, ഇതെല്ലാം കാരണങ്ങളായിട്ട് വരും. അപ്പം നമ്മൾ ഇതിനെല്ലാം പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും വേണം. അപ്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരോട് നിങ്ങൾ പതുക്കെ പതുക്കെ ഒരു വടികുത്തിയാണെങ്കിലും പതുക്കെ പതുക്കെ നടക്കാൻ ശ്രമിക്കണം. കഴിയുന്നതും മണ്ണിലൂടെ കുറച്ച് ചെരുപ്പില്ലാതെയൊക്കെ നടക്കുകയാണെങ്കിൽ വളരെ നല്ല വ്യത്യാസം വരും ഇങ്ങനെയുള്ള പേഷ്യൻസിന്. പക്ഷേ ഇന്നിപ്പോൾ എല്ലാ വീടിൻ്റെ വാതിക്കലും ടൈലിട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രാക്ടിക്കലല്ല. അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ മാസേജ് തിരുമാവോ എന്ന് ചോദിച്ചാൽ നമ്മളൊരിക്കലും തിരുമണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. തിരുമിയാൽ അവർക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. എല്ലാവരോടും തിരുമിയിട്ട് പലരോടും പറയുമ്പോൾ ഞാൻ തിരുമി മടുത്ത് ഡോക്ടറെ, അതുകൊണ്ടൊന്നും ഒരു കുറവും വരാൻ പോകുന്നില്ല. അപ്പം ചില പേഷ്യൻസ് അങ്ങനെയല്ല, അവർ മരുന്ന് എന്തെങ്കിലും ഒന്ന് കുഴമ്പോ എന്തെങ്കിലും താ ഡോക്ടറെ, അതിട്ട് തിരുമിയാൽ എനിക്ക് നല്ല ആശ്വാസം വരും. അപ്പോൾ നമ്മൾ ഹോമിയോപ്പതിയിലാണെങ്കിൽ നമ്മളത് രോഗലക്ഷണമായിട്ട് തന്നെ എടുത്ത് നമ്മുടെ ഒരു മസാജിങ് റിലീഫ് ആ രീതിയിൽ ഉള്ള സിംറ്റംസ് ആയിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ചിലർക്ക് ഡിസൈർ ടു ബി മാഗ്നറ്റൈസ് എന്നുള്ള ആ രീതിയിലൊക്കെ നമ്മൾ എടുക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഹോമിയോപ്പതിയുടെ വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഓരോ പേഷ്യന്റിനെ സമീപിക്കുകയാണെങ്കിൽ ഈ മരവിപ്പിൽ നമുക്ക് നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആൾക്കാരെയൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ആശ്വാസം നമുക്ക് കൊടുക്കാനായാൽ അതിന് വളരെ നല്ല പബ്ലിസിറ്റി കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ തീർച്ചയായും അതിന് നമ്മൾ നല്ല ഒരു സമയം കണ്ടുപിടിക്കുകയും അതിനുള്ള മെഡിസിനൊക്കെ നമ്മുടെ കിറ്റുകളിലുണ്ട്. നമ്മളുടെ ഏത് മെഡിസിൻ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫോസ്ഫറസ് ആവാം, കോസ്റ്റിക്ക ആവാം, നക്സോമിക്ക ആവാം, നേട്രമൂർ ആവാം. അപ്പൊ ഏത് മെഡിസിനും ഈ പറഞ്ഞ ലെവലിലൊക്കെ ആക്ഷൻ ഉണ്ട്. പിന്നെ സ്പെസിഫിക് ആയിട്ട് പിന്നെ ബയോകെമിക്കൽ വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാലിഫോസ്, ഇതൊക്കെ നെർവില് വണ്ടർഫുൾ ആക്ഷനുള്ള മെഡിസിനാണ്. അപ്പോൾ അതുപോലെ തന്നെ കാൽക്കേരിയ ഫോസ്, ഇതെല്ലാം നല്ലതാണ്. പിന്നെ എക്സ്റ്റേണൽ ആയിട്ട് പല ആൾക്കാരും ഉപയോഗിക്കുന്നത് റെസ്റ്റോക്സ് ഓയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, കാംഫർ ഓയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ടെമ്പററി സുഖത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ അത് ശാശ്വതമായ ഒരു പരിഹാരവും നൽകുന്നതല്ല.
പിന്നെ അങ്ങനെ ആഗ്രഹിക്കുന്നവരെ മാത്രമേ അത് ഇടാൻ പറയാവുള്ളൂ. എല്ലാവരോടും കയറി നമ്മൾ കുഴമ്പിടാം, എണ്ണയിടാം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം അല്ലാതെ ട്രീറ്റ് ചെയ്ത് അത് മാറ്റുമ്പോഴാണ് ഹോമിയോപ്പതിയുടെ ആ സൗന്ദര്യം അവർക്കും നമുക്കും ആസ്വദിക്കാൻ പറ്റുന്നത്. ഇത്രയൊക്കെയാണ് ഇതിന്റെ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഒത്തിരി പേരുണ്ട് ഇതിനകത്ത്. ഒത്തിരി പേർക്ക് ഇതെല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു സെഷനായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ മ്യൂട്ടാണ്. ശൈല ഡോക്ടർ മ്യൂട്ടാണ്. കൊച്ചിന്റെ ശബ്ദം. എന്തായാലും ധനീഷ് ഡോക്ടർ ആമുഖം വളരെ വിശദമായി തന്നെ ആമുഖം സംസാരിച്ചു ഡോക്ടർ. ഇനി എനിക്ക് അമ്പാടി അമ്മയുണ്ട്, പിന്നെ സലീംകുമാർ ഡോക്ടറുണ്ട്, ഭദ്രൻ ഡോക്ടറുണ്ട്. എല്ലാവരും ഈ മരവിപ്പിനെ കുറിച്ചുള്ള വിശദമായ ആര് ജോസ് ഐസക് സാറുണ്ട്. ജോസ് ഐസക് സാറുണ്ട്. എല്ലാവരും അവരവരുടെ അറിവുകൾ മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം. സീനിയറായ ഒത്തിരി ഡോക്ടർമാരുണ്ട്. ആദ്യം ഞാൻ എൻ്റെ ഒരു സംശയം, ഇപ്പൊ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഒന്ന് ചോദിച്ചോട്ടെ. കാരണം ഒരു ഹെർപ്പിസ് സോസ്റ്റർ ഉള്ള ഒരു പേഷ്യന്റ് ഹെർപ്പിസ് സോസ്റ്റർ വന്ന് കഴിഞ്ഞ ശേഷം അയാൾക്ക് പോലും അറിയത്തില്ല അത് ഹെർപ്പിസ് സോസ്റ്റർ ആണെന്ന്. അപ്പൊ പുള്ളി വിചാരിച്ച് തൊലിപ്പുറത്ത് വന്ന ഏതോ ചൊറിയാണെന്ന് വിചാരിച്ച് മരുന്നൊന്നും കഴിച്ചില്ല. ഒരു ഇടതുവശം മൊത്തം മുതുകത്തുനിന്ന് ഇങ്ങോട്ട് വയറ്റിലോട്ട് ഒരുപാട്, സാധാരണ അത്ര ഈ ഇറപ്ഷൻസ് കാണാറില്ല. ഇത് ഒരുപാട് ഇറപ്ഷൻസ് ഉണ്ടായിരുന്നു മുതുവിന്ന് തൊട്ട് വയറിലോട്ട്. അപ്പൊ ഹിസ്റ്ററി ഒക്കെ ചോദിച്ചു വന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഉണങ്ങിയ ശേഷമാണ് പുള്ളി ഇങ്ങനെ ചികിത്സക്കായിട്ട് വരാൻ കാരണം ആ ചൊറി വന്ന ഭാഗത്ത് ഭയങ്കര തരിപ്പും പെരുപ്പും വേദനയെന്നാണ് പറഞ്ഞ്. ആ ഞരമ്പിന് മൊത്തത്തിൽ പെരുപ്പും വേദനയും ചൊറി വന്ന ശേഷം. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നി. അപ്പോൾ ചോദിച്ചപ്പോ പുള്ളി കട നടത്തുന്ന ആളാണ്. കടയിൽ നിന്ന് സ്റ്റാഫിന് ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് പുള്ളിക്ക് വന്നത്. അപ്പോഴേ ഞാൻ ഇത് ഹെർപ്പിസ് സോസ്റ്റർ ആണെന്ന് വിലയിരുത്തി. അപ്പോൾ ഈ ഹെർപ്പിസ് സോസ്റ്റർ വന്നതിന് ശേഷമുള്ള ഹെവി ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പൊ ആ ഞരമ്പിന് നല്ല പ്രോബ്ലം ഉണ്ട്, നല്ല തരിപ്പും ഉണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ശാശ്വത പരിഹാരം, എന്തെങ്കിലും മെഡിസിൻ ഞാൻ കൊടുത്തതല്ലാതെ ഏതൊക്കെ ഡോക്ടറെ മരുന്നുകൾ? അതിലൊരു ഡോക്ടർ പറഞ്ഞാൽ ചെറിയൊരു മാറ്റമുണ്ട്. കാരണം ഒരിക്കലും ഈ ചിക്കൻ പോക്സിൽ നിന്ന് ഹെർപ്പിസോക്സ് ഉണ്ടാവില്ല. ചിക്കൻ പോക്സ് വന്ന രോഗികൾക്കാണ് ഹെർപ്പിസ് വരുന്നത്. അത് തന്നെ, ഈ ഇദ്ദേഹത്തിന് ചിക്കൻ പോക്സ് പണ്ട് വന്നിട്ടുണ്ട്. അതെ അതെ, അതുകൊണ്ടാണ് ഇയാളുടെ അതുകൊണ്ടാണ് ഇപ്പൊ ഹെർപ്പിസ് സോസ്റ്റർ വന്നത്. അല്ല, ഞാനത് ക്ലാരിറ്റി ഒന്നുകൂടെ പറഞ്ഞതാ. അയാളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അയാളുടെ കടയിൽ നിന്ന് ആൾക്ക് ചിക്കൻ പോക്സ് വന്നത്. പക്ഷെ അത് മനസ്സിലായില്ലെന്ന് മാത്രം. മനസ്സിലായി. ഇയാളുടെ മേത്തെ ചൊറികളായതുകൊണ്ട് ചൊറിയാണെന്ന് വിചാരിച്ച് വിചാരിച്ചു. പക്ഷെ അത് ഹെർപ്പിസ് ആയതുകൊണ്ടാണ് അയാളിൽ നിന്ന് കടയിൽ നിന്ന് ആൾക്ക് ചിക്കൻ പോക്സ് തന്നെ. അത് തന്നെ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയതാണ് ഡോക്ടറെ. പുള്ളിക്കാണ് ആദ്യം വന്നത്. അതെ ഇപ്പൊ അതെ, ചിക്കൻ പോക്സ് ആയിട്ട് കിടക്കുന്നത്. അല്ല, അതെനിക്ക് മനസ്സിലായി. ഡോക്ടർ പറഞ്ഞ മനസ്സിലായി. ഞാൻ അതിനൊരു ഇച്ചിരി ക്ലാരിറ്റി കൊടുത്തതേ ഉള്ളൂ. ഇപ്പൊ അയാളെ സ്റ്റാഫ് ചിക്കൻ ബോക്സ് ആയിട്ട് കിടക്കുകയാണ് ഈ അതെ, ചികിത്സയ്ക്ക് വരുന്നത്. സംഭവിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കേസുകളിൽ ഈ സപ്രസിംഗ് കേസുകളാണ് സാധാരണഗതിയിൽ ഇവിടെ നമ്മൾ എക്സാസ്പിറേഷൻ വരുന്ന സൾഫർ 0.3 കൊടുക്കുക. അതിനോടൊപ്പം ഇത് ഓൾറെഡി ചിക്കൻ ബോക്സ് വന്നതിന് ശേഷം അത് നെർവ് കടന്നിട്ട് വന്നതാണല്ലോ. ജെയിംസ് പോൾ സാർ വന്നിട്ടുണ്ട്. ജെയിംസ് പോൾ സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ സാറേ? ഈ ഹെർപ്പിസ് സോസ്റ്റർ വന്നിട്ട് ഭയങ്കര തരിപ്പും. ഞാനൊരു കാര്യം പറയട്ടെ. ശാന്തയ്ക്ക് ഇങ്ങനെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളത് റെഫർ ചെയ്തിട്ട് ഇത് ഈ റെപ്പറ്റ് റെഫർ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് മെസീറിയം. മെസീറിയം അന്ന് ഞങ്ങൾ 1 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 10 കൊടുത്തു കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് മാറി. ഏതാണ് ഈ ഹെർപ്പിസ് സോസ്റ്റർ വന്ന് പോയ ശേഷമാണോ? പോയ ശേഷമാണ്. ആ നംനസും എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര വേദനയും നംനസും ഒക്കെ ഉണ്ടായിരുന്നു. മെസീറിയം കൊടുത്തപ്പോ അത് കുറഞ്ഞു. അതൊന്ന് നോക്കിക്കോളും. പിന്നെ അതുപോലെ തന്നെ ഈ നംനസിനെ പറ്റി പറയുമ്പോ എനിക്കൊരു പെറ്റി തിങ് പറയാനുണ്ട്. അതായത് എനിക്കൊരു പേഷ്യന്റ് വരുമായിരുന്നു. അവരുടെ മിസ്സിസിന് വേണ്ടിയാണ് ഇയാള് വരുന്നത്. അതിലൊരു 4 കിലോമീറ്ററിന് അപ്പുറത്തു നിന്നാണ് വരുന്നത്. ആ മനുഷ്യൻ എന്നും ഈ ചെരുപ്പിടാതെ വരുള്ളൂ. അപ്പൊ ഒരു ദിവസം കാലിലിങ്ങനെ എവിടെ എന്തോ കുത്തി, എന്നിട്ട് നൊണ്ടി കൊണ്ടിക്കൊണ്ടാ വരുന്നത്.
അപ്പൊ ഞാൻ ചോദിച്ചു എന്താ നിങ്ങള് ഷൺമുഖൻ എന്നൊക്കെയാണ് അങ്ങയുടെ പേര്. എന്താ നിങ്ങള് ചെരുപ്പിടാത്തത് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് ചെരുപ്പ് ഊരിപ്പോയാൽ ഞാൻ അറിയില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ എന്തിനാ വരണത് നിങ്ങള് വേറെ ആരെങ്കിലും മക്കളെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അയച്ചാ പോരെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത് എനിക്ക് നടന്നാൽ നല്ല സുഖമാണ് ഡോക്ടറെ ഈ മരവിപ്പിനൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നടക്കണേന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ സിങ്കം വലേറിയാനിക്ക് അങ്ങനെ ഒരു സിംറ്റം ഉണ്ട്. അപ്പൊ ഞാൻ വേഗം ഇയാൾക്ക് ഈ പാവപ്പെട്ടവരാണ്, ഞാൻ പറഞ്ഞു ഞാനൊരു മരുന്ന് തന്നു നോക്കട്ടെ നിങ്ങൾക്ക്, ഈ പൈസ ഒന്നും തരണ്ട. അപ്പൊ പറഞ്ഞു എന്റെ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ ഒന്നും തരണ്ട, ഞാനൊന്ന് മരുന്ന് തന്നു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സിങ്കം വലേറിയാന് കൊടുത്തു. ആ മരുന്നിന് ഒരു 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 രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ മനുഷ്യൻ ഒരു ദിവസം ഒരു നല്ല ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് എന്നോട് പറയണേ ഡോക്ടറെ ഇന്ന് എനിക്കൊരു വിശേഷം പറയാനുണ്ട്, ഞാൻ ചെരുപ്പിട്ടുകൊണ്ടായി 4 കിലോമീറ്റർ നടന്നതെന്ന്. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ അത് കഴിഞ്ഞ് മറ്റുപോയി. ഞാൻ എപ്പോഴും ഓർക്കും ഷൺമുഖന്റെ കാര്യം. ഇങ്ങനെ നമ്നസ് നടന്നാൽ ആ നമ്നസ് കുറയും എന്ന് പറയുന്ന ആ ഒരൊറ്റ സിംറ്റം നോക്കിയിട്ടാണ് ഞാൻ സിംഗം കൊടുത്തത്. പിന്നെ വലേറിയാന് കൊടുത്തത് അങ്ങനത്തെ കുറച്ച് ആ ഒരു ഇതായിട്ടുള്ള തിരിക്കലായിട്ടുള്ള ചില സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ സിംഗം മെറ്റ് കൊടുത്താലും മതിയായിരുന്നു. ഇയാൾക്ക് ഞാൻ കൊടുത്തത് സിംഗം വലേറിയാനെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലെ വിരലൊക്കെ ഇങ്ങനെ വിരല് മരവിക്കണ പോലെ ആയിട്ടാണ് എപ്പിസിൽ നിന്ന് എപ്പോഴും പടപടാന്ന് പാത്രങ്ങൾ വീണു പോകും. അതുപോലെ തന്നെയുണ്ട് എന്റെ ആക്രമൂറിന്. ശരിക്കും ഈ സെർവൻസിന്റെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ വീഴുമ്പോൾ ഞാൻ എപ്പിസും ആക്രമൂറും ഒക്കെ കൊടുത്ത് ചെയ്യാറുണ്ട്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ മെസ്സേജ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. 30യും വണ്ണം മുതൽ ഞങ്ങളന്ന് വണ്ണമാ കൊടുത്തത്. ന്യൂറോളജിക്കൽ അല്ലേ ശൈല, അതുകൊണ്ട് ഞങ്ങൾ ഹയർ ഡോസ് കൊടുത്തതാ സാധാരണ പേഷ്യന്റിന്. അത് നല്ലോണം കുറയുകയും ചെയ്തു. വിത്തിൻ ഡേയ്സ് അത് കുറച്ചു. തീർച്ചയായിട്ടും. അപ്പൊ അതൊന്ന് പരീക്ഷിച്ചു നോക്കാം. അതാണ്. പിന്നെ ജെയിംസ് പോൾ ഉണ്ടല്ലോ, ജെയിംസ് പോൾ ആധികാരികമായിട്ട് പറയും. ജെയിംസ് പോൾ സാറുണ്ട്, ഹരിഹരൻ സാറുണ്ട്. ജെയിംസ് പോൾ സാറേ, ഹലോ. സാർ എന്തെങ്കിലും പറയാൻ വന്നോ? നേരത്തെ ഞാൻ നമ്പിനെസ് ആണല്ലോ അല്ലേ? അതെ. അപ്പൊ എന്റെ ഇൻട്രൊഡക്ഷൻ ഒന്നും ഞാൻ കേട്ടില്ല, ഞാൻ ജസ്റ്റ് ഇപ്പം കേറിയതേ ഉള്ളൂ. കാരണങ്ങളൊക്കെ പറഞ്ഞോന്ന് അറിയില്ല. ഇപ്പൊ കേൾക്കുന്ന ഹെർപ്പിസിനെ കുറിച്ച് കേട്ടത്. അപ്പൊ അതിനു മുമ്പ് എന്താണ് സംസാരിച്ചത്? ഈ ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ധനേഷ് ഡോക്ടർ പറഞ്ഞു. കാരണം നമ്പിനെസ് ഉണ്ടാവുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ്. എന്നാലും സാറിന് ഒന്നുകൂടെ പറയാം. ഏതായാലും ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്പിനെസ് ഉണ്ടാകുന്നത്. അതെ. എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടാക്ടൈൽ സെൻസേഷൻ, പെയിൻ, പ്രഷർ, ചൂട്, തണുപ്പ്, ഇതെല്ലാം അറിയാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്കാണല്ലോ നമ്പിനെസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ബ്രെയിൻ ഡാമേജ് ഏത് കാരണത്താൽ ബ്രെയിൻ ഡാമേജ് വന്നു കഴിഞ്ഞാലും ഇത് നമുക്ക് സംഭവിക്കാവുന്നതാണ്. അപ്പൊ അതിന് സ്ട്രോക്ക് ഒരു കാരണമാണ്. പിന്നെ സ്പൈനൽ കോഡിനുണ്ടാകുന്ന ഏത് അസുഖവും, അതല്ലെങ്കിൽ പിന്നെ മെനിഞ്ചൈറ്റിസിനെ തുടർന്നിട്ട് സ്പൈനൽ കോഡിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാം. മറ്റേതെങ്കിലും ട്രോമാറ്റിക് ഇഫക്റ്റിന് ശേഷം സ്പൈനൽ കോഡിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇതുണ്ടാകാം. പിന്നെ ഗില്ലൻബാരി സിൻഡ്രോം അതിനെ തുടർന്നുണ്ടാകാം. മോട്ടോർ ന്യൂറോൺ ഡിസീസ് അതിന്റെ തുടക്കം തന്നെ നമ്പിനെസ്സിലാണ് തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഡിസ്റ്റൽ പോർഷൻ ഓഫ് ദ എക്സ്ട്രിമിറ്റീസ്, കൈവിരലിന്റെ തുമ്പ്, കാൽവിരലിന്റെ തുമ്പ്, അവിടെ നിന്നാണ് ഒരു നമ്പിനെസ് തുടങ്ങി മേലോട്ട് കയറി ശരീരം ആസകലം നമ്പിനെസ് ആകുകയും തളരുകയും പിന്നെ ശ്വാസം ഉണ്ടായി വെള്ളം പോലും ഇറക്കാത്ത ഒരവസ്ഥയും മരിക്കുന്നതാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ്. അപ്പൊ അതിനും മരവിപ്പാണ് ആദ്യം ഉണ്ടാകുന്നത്. പിന്നെ ഇത് അനുഭവപ്പെടുന്ന ഇത് ന്യൂറോളജി പറയുകയാണെങ്കിൽ അതിൻ്റെ ഏതാനും പാത്വേസ് ഉണ്ട്. ആ പാത്വേ വഴിയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അഫറന്റ് ആൻഡ് ഡിഫറന്റ് നെർവ്സ് വഴിയാണ് ആ ഓർഡേഴ്സ് വരുന്നതും അതുപോലെ ഇൻഫർമേഷൻസ് ഹൈപ്പോതലാമസിലേക്ക് വിടുന്നതും. അതിന് പാത്വേ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ സമയം കൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു മൂന്ന് പാത്വേ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്, ഡീറ്റെയിൽസ് അല്ലാത്ത
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാത്വേസ് ഒന്ന് ഡോർസൽ പാത്വേ ആണ്. അവിടെ നമുക്ക് കിട്ടുന്നത് വളരെ മൈനർ ആയിട്ടുള്ള ടച്ച്, അല്ലെ സോഫ്റ്റ് ടച്ച്, സോഫ്റ്റ് ആയിട്ടുള്ള പ്രഷർ, ഇതൊക്കെ ഇൻഫോം ചെയ്യുന്ന ഒരു പാത്വേ ആണത്. അതിൻ്റെ റൂട്ട് ഡോർസൽ വഴിയാണ്. അത് സ്പൈനൽ കോഡിൽ ചെന്നിട്ട് അവിടുന്ന് തലാമസിലേക്ക് എത്തുകയാണ്. പിന്നെ ഒന്നുള്ളത് സ്പൈനോ തലാമസ് പാത്വേ ആണ്. അപ്പോൾ അവിടെയാണ് കൂടിയ വേദന, കൂടിയ പ്രഷർ, ഒരു കോഴ്സ് ആയിട്ടുള്ള ടച്ച്, ചൂട്, തണുപ്പ്, ഇതെല്ലാം കൺവേ ചെയ്യുന്ന ആ പാത്വേ വഴിയാണ്. അതിൻ്റെയും റൂട്ട് ഡോർസൽ റൂട്ട് വഴിയാണ്. അത് സ്പൈനൽ കോഡിൽ ചെന്നെത്തി അവിടുന്ന് തലാമസിലേക്ക് പോകുന്നു. പിന്നെ ഒരു പാത്വേ ഉള്ളത് ട്രൈജെമിനലാണ്. അത് നമ്മുടെ നാവ്, തൊണ്ട, ഗമ്മ്, മൂക്ക്, ഫേസ് മുതൽ ചിൻ മുതൽ വെർട്ടക്സ് വരെയുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ആ സെൻസേഷൻസ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, തലാമസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ പാത്വേ ആണ്. അങ്ങനെ 3 പാത്വേ വഴിയാണ് ഹൈപ്പോതലാമസിൽ എത്തുന്നതും നമ്മൾക്ക് ഈ സെൻസേഷൻസ് എല്ലാം കിട്ടുന്നത്. പിന്നെ മറ്റൊന്നുള്ളത് നമ്മുടെ ഈ ജോയിന്റിന്റെ അവസ്ഥയെക്കുറിച്ചും ബാലൻസിനെ കുറിച്ചും മറ്റൊരു പാത്വേ ഉണ്ട്, നമ്മൾ ഒരിക്കൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അത് സൊമാറ്റോ സെൻസറി ബണ്ടിൽസ്. ആ ബണ്ടിൽസ് പിരമിഡിന്റെ താഴെ, മെഡിലോ ഒബ്ലിംഗേറ്റയുടെ താഴെ സ്പൈനൽ കോഡിലാണ് ജോയിൻ ചെയ്യുന്നത്. അതാണ് ഇതെല്ലാം നമ്മുടെ ബാലൻസ് നിലനിർത്തുന്നതും ജോയിന്റ്, സ്കിൻ, ഇതിൻ്റെ എല്ലാം ഈ സെൻസേഷൻസ് എത്തിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പാത്വേ. അപ്പൊ ഇവിടെ ഈ പാത്വേയിൽ എന്ത് ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് ഇതെല്ലാം നഷ്ടപ്പെടുന്നു, സെൻസേഷൻസ്. അപ്പൊ ഇതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. പിന്നെ മെഡിസിൻസ് ആണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ജെയിംസ് പോൾ സാറ്, ഹരിഹരൻ സാറുണ്ട്. സാറിന് എന്താണ് മരവിപ്പിനെ കുറിച്ചും ഹോമിയോപ്പതി ആസ്പെക്റ്റിനെ കുറിച്ചും പറയാനുള്ളത്? ഓ, സാർ സംസാരിക്കാൻ പറ്റുന്നുണ്ട് സാറ്. ആ, ഓക്കെ 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 ഓക്കെ. എന്നാ ഞാന് ഇത് നമ്പനസിനെ കുറിച്ചാണ് അല്ലേ. അതിൽ ഞാൻ ലാസ്റ്റ് കേട്ടത് നമ്മുടെ അമ്പാടി പറഞ്ഞ മിസീറിയമാണ്. അത് വളരെ ശരിയാ കേട്ടോ. ആരുടെ പ്രിസ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ബംഗാളിലെ ഒരു പ്രശസ്തനായ ഹോമിയോപ്പതിക് ഡോക്ടർ ഏതാണ്ട് 84 ആലപ്പുഴ വന്നിരുന്നു. അപ്പൊ അദ്ദേഹം ഞാനുണ്ട് അന്നത്തെ ISKയുടെ ഭാരവാഹിയൊക്കെയാ ഞാൻ. അപ്പൊ അതിന് ഞങ്ങളുടെ മീറ്റിങ്ങിൽ അദ്ദേഹം സംബന്ധിച്ചായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ ഹെർപ്പസ് സോസ്റ്റർ വന്നിട്ട് അവിടുത്തെ നമ്പിനെസ്, പെയിന്, ഇതിനെല്ലാം അദ്ദേഹം ഒരു ടിപ്പായിട്ട് പറഞ്ഞത് മിസീറിയൻ ടെന്നമ്മ പറഞ്ഞു. അത് ഞാൻ പ്രാക്ടീസിൽ അവലംബിച്ചിട്ടുണ്ട്. അത് നല്ല റിസൾട്ട് അന്ന് അത് കിട്ടുകയും ചെയ്തു. പിന്നെ വേറെ നമ്പിനെസിന് ഒത്തിരി മരുന്നുണ്ട്. അതായത് ഈ ടിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ട്. അതായത് ഈ നമ്പിനെസിനോട് കൂടി ടിംഗ്ലിംഗ് സെൻസേഷൻ വരുവാണെങ്കിൽ, അതായത് റീസെന്റ് ഒറിജിൻ, അതായത് ഇപ്പോ അതായത് പെട്ടെന്ന് മഴ നനഞ്ഞിട്ട് കയറി വരുക, വെയിലത്ത് വന്നിട്ട് പെട്ടെന്ന് പച്ചവെള്ളത്തിൽ കുളിക്കുക, ഇതിങ്ങനെയൊക്കെ വന്നൊരു റീസെന്റ് ഒറിജിനായിട്ട് വരുവാണെങ്കിൽ നമ്മൾ അക്കോണൈറ്റ് തന്നെ കൊടുക്കണം. അക്കോണൈറ്റ് നമുക്ക് 1M തൊട്ട് 10M വരെയുള്ള ഏതെങ്കിലും പൊട്ടൻസി കൊടുത്താൽ നല്ല റിസൾട്ട് അതിന് കിട്ടും. പിന്നെ വേറെ ഉള്ളത് പറയാനാണെങ്കിൽ ഈ സ്മാൾ സ്പോട്സില്, അതായത് നമ്പിനെസ് ഇൻ സ്മാൾ പോർട്സ്, അതുപോലെ നമ്പിനെസ് ഇൻ ടീത്ത് ഒക്കെ, പിന്നെ ക്രോളിങ്, ഈ നാക്കിലെ ഒരുമാതിരി ക്രോളിങ് സെൻസേഷൻ ഉണ്ടാകുക, പിന്നെ ഈ
നംബ്നെസ് ഇൻ കോർക്കിക്സ്, ഇതിനൊക്കെ പറ്റിയ മരുന്ന് പ്ലാറ്റിനയാണ്. പ്ലാറ്റിന ബെസ്റ്റ് മെഡിസിൻസ്. പിന്നെ ഈ കംപ്ലീറ്റ് ലോസ് ഓഫ് സെൻസിബിലിറ്റി, ഏത് പാർട്ടിലാണെങ്കിലും കംപ്ലീറ്റ് ലോസ് ഓഫ് സെൻസിബിലിറ്റിക്ക് പറയുന്ന മെഡിസിൻ ഹൈഡ്രോസയാനിക് ആസിഡ് ആണ്. ഹൈഡ്രോസയാനിക് ആസിഡ്. പിന്നെ ഈ നംബ്നെസ് ഓഫ് ഫിംഗേഴ്സ് ആൻഡ് പ്രിക്കിംഗ് ഇൻ ലിപ്സ്, ചുണ്ടില് ഇങ്ങനെ പ്രിക്കിംഗ് സെൻസേഷൻ വരുന്നതിന് സിക്കൈൽ കോർ ആണ് അതിന്റെ പേര്, സിക്കൈൽ കോർ. പിന്നെ ചില ആൾക്കാർ പറയത്തില്ലേ, ഈ ഉറുമ്പ് നൊരയ്ക്കുന്ന കണക്കുള്ള തോന്നല, സെൻസേഷൻ ആസിഡ് ആൻഡ് ക്രോളിംഗ്, അത് സാധാരണ നമുക്ക് പേഷ്യന്റിനെ കിട്ടുന്നതാണ്. അതിന്റെ മെഡിസിൻ അഗാരിക്കസ് ആണ്. അഗാരിക്കസ്. പിന്നെ അതിന്റെ ഒരു സിംറ്റം വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ മൊഡാലിറ്റീസ് വെച്ച് കൊടുക്കാൻ പറ്റും. അതായത് രാവിലെ എഴുന്നേറ്റ പാടെ ഈ കൈക്കും കാലിനും ഒക്കെ തരിപ്പ്, അതിന് നംബ്നെസ് ഉണ്ടാകുക. അത് സാധാരണയായിട്ട് വീട്ടമ്മമാർക്ക് ഞാനിത് കാണാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കാണ്, എഴുന്നേറ്റ് കഴിയുമ്പോൾ ഉറക്കത്തിലും കൈ മരവിച്ചിരിക്കുന്നു എന്ന് പറയും. അവർ പറയും ഉറക്കത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്, നേരം വിളിക്കുമ്പോഴും അങ്ങനെ കാണാറുണ്ട്. അതിന് നമുക്കറിയാം ലാക്ടസിസ് സിസ്റ്റമിൽ. പിന്നെ വേറെ വെച്ചാൽ ഈ നംബ്നെസ് ആൻഡ് ലോസ് ഓഫ് സെൻസേഷൻ, പിന്നെ സ്വെല്ലിങ് ഒക്കെ ഉണ്ടാകുക. അതായത് ബോൾ ഓഫ് ദി തമ്പിൽ ഉണ്ടാകുകയാണെങ്കിൽ അത്, പിന്നെ ഷോൾഡറിലും ഫിംഗർ ടിപ്സിലും ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഓക്സാലിക് ആസിഡ് ഇസ് ദ മെഡിസിൻ. ഓക്സാലിക് ആസിഡ്. പിന്നെ വേറെ അനസ്തേഷ്യ ഓഫ് ദി സ്കിൻ ആൻഡ് ദി ഫങ്ഷൻ ഓഫ് ദി ഓർഗൻസ് ആർ സ്ലോ ഡൗൺ. കുറേശ്ശെ മന്ദീഭവിക്കും. അതിന് നമ്മൾ കൊടുക്കേണ്ട മെഡിസിൻ പ്ലംബമെറ്റ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. പിന്നെ ചില ആൾക്കാർക്ക് കൈ തണുക്കും, കോൾഡ്നെസ് ഓഫ് ദി ഹാൻഡ്. പിന്നെ നംബ്നെസ് ഓഫ് ദി ഹോൾ ബോഡി. കോൾഡ്നെസ് ഓഫ് ദി ഹാൻഡ്സ് ആൻഡ് നംബ്നെസ് ഇൻ ദി ഹോൾ ബോഡിക്ക് ബെസ്റ്റ് മെഡിസിൻ സിക്യൂട്ട. പിന്നെ ഡെബിലിറ്റി, ഹൈ ഡെബിലിറ്റിയോട് കൂടിയുള്ള നംബ്നെസ് വരുവാണെങ്കിൽ, പിന്നെ ട്രംബ്ലിങ്, ടിച്ചിങ്, ഹൈ ഡെബിലിറ്റി, ഇതെല്ലാം കൂടെ വരുവാണെങ്കിൽ പൊണിയം ഇസ് ദ മെഡിസിൻ. പൊണിയം. പിന്നെ കാലിന്റെ അടിവശവും അതുപോലെ കൈയുടെ ഉൾവശം ഒക്കെ നംബ്നെസ്സിന് സ്പെസിഫിക് ആയിട്ട് പറയുന്ന മെഡിസിൻ റഫാനസ് ആണ്. റഫാനസ് കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. റഫാനസ്. പിന്നെ പാച്ചസ് ഓഫ് ദി സ്കിൻ, ഈ സ്കിന്നിലൊക്കെ പാച്ചസ് ഉണ്ടാകുക. പാച്ചസ് ഉണ്ടായിട്ട് അവിടെ സെൻസേഷൻ നഷ്ടപ്പെട്ട് നംബ്നെസ് വരികയാണെങ്കിൽ, ഓരോ സ്പോട്ടില് നംബ്നെസ് വരുവാണെങ്കിൽ ബഫോറാനയാണ് അതിന്റെ മെഡിസിൻ. ബഫോറാന. പിന്നെ ഈ പാരലൈസ്ഡ് പാർട്സില്, സ്ട്രോക്ക് ഒക്കെ വന്ന് പാരലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ പല സ്ഥലങ്ങളിലും ക്രോളിംഗ് സെൻസേഷൻ, പിന്നെ നംബ്നെസ്സും കൂടെ വരുവാണെങ്കിൽ കാഡ്മിയം സൾഫ് ഇസ് ദ മെഡിസിൻ. കാഡ്മിയം സൾഫ്. പിന്നെ ഈ കണ്ടക്ടിവിറ്റി, അതായത് നെർവസ് കണ്ടക്ടിവിറ്റി നഷ്ടപ്പെടുകയും നംബ്നെസ് ഉണ്ടാകുകയും ഈ കാലിന്റെ അടിവശത്തൊക്കെ സെൻസേഷനൊക്കെ നഷ്ടപ്പെടുകയും ഒരു ഇൻകോർഡിനേഷൻ നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷനിലാണെങ്കിൽ അലൂമിനയെ കുറിച്ച് ചിന്തിക്കണം. അലൂമിന. പിന്നെ വേറെ ഒരു മെഡിസിൻ ഉള്ളത് ഈ ഇൽ എഫക്ട്സ് ഓഫ് മാസ്റ്റർബേഷൻ, അതിന് പറയുന്ന മെഡിസിൻ ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ്.
ഇൽ എഫക്ട്സ് ഓഫ് മാസ്റ്റർബേഷൻ പറയുന്നതാണ് ഫോസ്ഫറസ്. ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള മെഡിസിൻസ് ആണ്. ഒരു കാലത്തെ ഇപ്പൊ ഒന്നും അധികം പേഷ്യൻസ് വരാറില്ല, എന്നാലും വരാറുണ്ട്. അപൂർവം ഇപ്പൊ കേസ് എനിക്ക് കിട്ടാറുണ്ട് ഇങ്ങനത്തെ. പിന്നെ പാരലൈറ്റിക് ഫീലിംഗ് ഓഫ് ദി ആം വിത്ത് നംബ്നെസ്, അതായത് വൺ ഹാൻഡ് നംസ് ആസ് ഇഫ് അസ്ലീപ് ആൻഡ് അതർ ടൈംസ് അതർ ഹാൻഡ്, അതായത് ഇങ്ങനെ വിട്ട് വിട്ട് വരും. ഒരു സമയത്ത് ഒരു കൈക്ക് വന്നാൽ അടുത്ത സമയത്ത് വേറൊരു കൈക്കായിരിക്കും, വേറൊരു കൈക്ക് അങ്ങനെ വരികയാണെങ്കിൽ, അതായത് numbness and paralysis feeling of the arm, sometimes one hand numbness as if asleep, at other times other hand, അങ്ങനെ വരുന്ന അതിന് കോക്കുലസ് ഇസ് ദ മെഡിസിൻ. കോക്കുലസിന് കൊടുത്ത് ഞാനൊരു വണ്ടർഫുൾ ക്യൂറിങ് ഏതാണ്ട് 15 വർഷം മുമ്പ് ഞാൻ നടത്തിയിട്ടുണ്ട്. ഒരു ഫോറസ്റ്റ് ഓഫീസറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഞാൻ ഈ കോക്കുലസ് കൊടുത്ത് കേസ് എടുത്ത് വന്നപ്പോൾ എനിക്ക് കോക്കുലസ് ആ കിട്ടിയത്. കോക്കുലസ് ഞാനിത് 200 തുടങ്ങി ഏതാണ്ട് 10 പൊട്ടൻസി വരെ കൊടുത്ത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഭേദമായി. അത് ഇതുപോലെ തന്നെ വന്ന് അത് പക്ഷേ ഈ കേസ് എടുത്ത് ഞാൻ കൊടുത്തതാണ്. കോക്കുലസ് നല്ല മെഡിസിൻ ആണ്, നല്ല ഒരു നെർവസ് റെമഡിയാണ് ഈ കോക്കുലസ്. പിന്നെ ഈ നംബ്നെസ് ഓഫ് ദി സിംഗിൾ പാർട്ട് ആൻഡ് ഫ്ലാഷസ് ഓഫ് ഹീറ്റ് ആൻഡ് റഷ് ഓഫ് ഹീറ്റ് ടു ദി ഹെഡ്, അതിന് വരികയാണെങ്കിൽ അലൂമിന സിലിക്കേറ്റ ആണ് അതിന് മെഡിസിൻ. പിന്നെ വേറെ ഞാൻ എൻ്റെ അനുഭവത്തിലുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡിപ്യൂട്ടൻസ് കൺട്രാക്ഷൻ വരികയും കൈയൊക്കെല്ലാം മരപ്പ് തോന്നുകയും ചെയ്യുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷനായിട്ട് നമുക്ക് വീട്ടമ്മമാർക്കാ അത് കൂടുതലും കാണുന്നത്. അപ്പൊ ആ മരപ്പ് ഇവര് പറയുന്നത് അത് അവര് പറയുന്നതല്ല, അതാ അതിന്റെ ശരി. ഇവിടുത്തെ നമ്മുടെ ടണൽ ഉണ്ടല്ലോ, റിസ്റ്റിലുള്ള ടണൽ, അതിന്റെ പേരുണ്ട് കാർപ്പസ് ടണൽ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആ പ്രഷർ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് അവര് ഓപ്പറേറ്റ് ചെയ്യണമെന്നാണ് അവരുടെ സർജിക്കൽ ഇന്റർവെൻഷൻ ആണ് അവരത് പറയുന്നത്. പക്ഷേ ഞാൻ ഒത്തിരി കേസുകൾ അത് ഞാൻ ഭേദമാക്കിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനത്തെ കേസ് എൻ്റെ ഒക്കെ വരികയാണെങ്കിൽ ഞാൻ 100% ഉറപ്പ് പറയും. അത് ഞാൻ കോൺഫിഡൻസ് കൊടുത്ത് ചികിത്സിക്കും. ഈയിടെ എൻ്റെ ഒരു കസിന്റെ മകള് പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഇതുപോലെ തന്നെ അവക്ക് ആ കൈയുടെ ഈ പത്തി മുഴുവൻ അങ്ങനെ മരച്ചുപോയി. അപ്പോ ആ ഡോക്ടർ പറഞ്ഞു, ഇതാണ് എൻ്റെ കാര്യം, ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അവളുടെ അമ്മ, അതായത് എൻ്റെ കസിൻ, വളരെ ആങ്ഷ്യസ് ആയിട്ട് എൻ്റെ ഒക്കെ വന്നു. അന്ന് കൊറോണയുടെ സമയമാണ്. ഞാൻ വെളിയിലാ പ്രാക്ടീസ് ചെയ്യുന്നത്, മുറിക്കകത്ത് പോലും ക്ലിനിക്കിലല്ല, ഞാൻ വെളിയിൽ ഇരുന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഞാൻ എന്താ ലീല വന്നേന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞ് ഞങ്ങൾ സമപ്രായക്കാരാ, ഇങ്ങനെ അവളുടെ കൈ ഇങ്ങനെ പിന്നെ മരച്ചിരിക്കുന്നു, അവൾക്കൊന്നും ചെയ്യാൻ മേല, അവൾ ഇരുന്ന് കരയുക, ഡോക്ടർ പറഞ്ഞു ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയി പണിയുണ്ടോ എന്ന് നോക്കാൻ പറ, 2 ആഴ്ച കൊണ്ട് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് കൊടുത്ത മരുന്ന് കോസ്റ്റിക്കമാണ് കൊടുത്തത്. കോസ്റ്റിക്കൻ 3 ഡോസ് പൗഡർ കൊടുത്തു. അപ്പൊ അവള് ചോദിച്ചു 3 ഡോസ് പൗഡർ വേറെ ഗുളികയായിട്ടൊന്നും വേണ്ടേ? ഞാൻ പറഞ്ഞു നീ ഇത് കൊടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞ് എൻ്റെ ഒക്കെ പറ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനൊരു എക്സർസൈസും പറഞ്ഞു കൊടുത്തു. അതായത് പിന്നെ ഒരു മീഡിയൽ റൊട്ടേഷന്, ഈ റിസ്റ്റ് ജോയിന്റിന്റെ മീഡിയൽ റൊട്ടേഷന്, ലാറ്ററൽ റൊട്ടേഷന്, പിന്നെ മുകളിലോട്ടും താഴോട്ടും അതും പറഞ്ഞു കൊടുത്തു. അതും പറഞ്ഞു കൊടുത്തിട്ട് ഈ കൈ വെച്ച് ഇടത്തെ കൈ കൊണ്ട്, വലത്തെ കൈക്കായിരുന്നു അവൾക്ക് ഉണ്ടായത്, ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈയുടെ അകത്ത് 10 പ്രാവശ്യം, ഒരു നേരം 10 പ്രാവശ്യം, അങ്ങനെ ഒരു ദിവസം 3 പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞു. അതായത് ഒരു ദിവസം 30 പ്രാവശ്യം അങ്ങനെ ചെയ്യണം. എങ്ങനെ സാറേ, 2 ആഴ്ച കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഭേദമായി. എങ്ങനെ ചെയ്യണമെന്നാ പറഞ്ഞേ? ഈ കൈക്കകത്തെ നമ്മുടെ വലത്തെ കൈയിലെ വെള്ളയിലേക്ക് ഇടത്തെ കൈ ചുരുട്ടി മുഷ്ടി ചുരുട്ടണം. മുഷ്ടി ചുരുട്ടിയിട്ട് ഇങ്ങനെ ഞാനിത് വീഡിയോ കാണുന്നില്ല,
വീഡിയോ കാണുന്നില്ല. അതിങ്ങനെ ഇങ്ങനെ ആ കയ്യിലേക്ക് ഇങ്ങനെ അടിക്കണം, ഇങ്ങനെ ഇടിക്കണം. ആ അങ്ങനെ ഇടിക്കണം. രാവിലെ ഇടിക്കണം, ഉച്ചക്ക് ഇടിക്കണം, വൈകിട്ടും ഇടിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ഈ റിസ്റ്റ് ജോയിന്റിന്റെ മീഡിയൽ റൊട്ടേഷനും ലാറ്ററൽ റൊട്ടേഷനും പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ഇതും 10 പ്രാവശ്യം രാവിലെയും വൈകിട്ടും ചെയ്യണം. കോസ്റ്റിക്കൻ 10 ആണ് ഞാൻ അതിന് കൊടുക്കുന്ന മെഡിസിൻ. അത് ഒരു കേസ് പോലും എനിക്ക് ഫെയിൽ ആയിട്ടില്ല. പിന്നെ ടിംഗ്ലിംഗ് സെൻസേഷന് സിങ്കമെറ്റ് ഒരു നല്ല മെഡിസിൻ ആണ് ഇതിന് ന്യൂറോളജിക്കൽ ഡിസോർഡറിന്. പിന്നെ ഈ വയറിനകത്ത് ഒരു പേഷ്യന്റ് ഞാനിപ്പം വന്നത് ഓർക്കുന്നുണ്ട്. ഈ വയറിന്റെ ഏരിയയിലെ അത് മെട്രിയമെഡിക്ക ഞാൻ മുഴുവൻ തപ്പിയിട്ട് കണ്ടില്ല. ഞാനൊരു എന്റെ കോമൺ സെൻസ് വെച്ച് ഞാൻ കൊടുത്തതാ അത്. അതായത് വയറിന്റെ അവിടെ ഇങ്ങനെ നമ്പ് ഫീലിംഗ്. അപ്പൊ ഞാൻ എന്റെ കോമൺ സെൻസ് വെച്ച് മെട്രിയമെഡിക്കയില് ഉള്ളതല്ല ശരിക്കും പറഞ്ഞാ അത് എന്നാ എനിക്ക് തോന്നുന്നു. ഒരു വേദനയും നമ്പിനെസ്സും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒക്കെ വന്നത്. ഞാൻ ഒരു പ്ലംബമെറ്റാ കൊടുത്തത്. ഞാൻ പ്ലംബമെറ്റ് 10 ഒരു ഡോസ് കൊടുത്തു. ഒരു ഡോസ് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ റെഫർ ചെയ്തിട്ട് പിന്നെ അടുത്ത മരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നത്. പക്ഷെ കൊടുക്കേണ്ടി വന്നില്ല. പ്ലംബമെറ്റ് കൊണ്ട് തന്നെ അത് ക്യൂറായി. അപ്പൊ അങ്ങനെയൊക്കെ ചില മെട്രിയമെഡിക്കൽ ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ കോമൺ സെൻസ് വെച്ച് കൊടുക്കാം ചില മരുന്നുകൾ. അങ്ങനെ കൊടുക്കുമ്പോഴും അത് പ്രയോജനപ്പെടും. അത് പ്ലംബമെറ്റ് നല്ല മെഡിസിൻ ആണ്. എന്തായാലും ഈ വയറിനകത്തെ സ്ട്രിങ്സ് ഫീലിംഗ് ഉണ്ടാകുക, വലിച്ചു പിടിക്കുന്ന കണക്കുള്ള അതിനൊക്കെ പ്ലംബമെറ്റ് നല്ല മെഡിസിൻ ആണ്. പിന്നെ ഇന്റർസെപ്ഷന്റെ ബെസ്റ്റ് മെഡിസിൻ ആണ് ഈ പ്ലംബമെറ്റ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ ഏതോ ഓർക്കട്ടെ. വേറെ നിങ്ങൾ അടുത്തവരുണ്ടെങ്കിൽ പറയട്ടെ. ഞാൻ ഓർക്കുകയാണെങ്കിൽ പിന്നെ പറയാം. ഹരിഹരൻ സാർ ഇനി ബാക്കി ഓർത്തെടുക്കുമ്പോഴേക്കും ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സലീം കുമാർ ഡോക്ടർ എന്ത് പറയുന്നു? നേരത്തെ എല്ലാവർക്കും മ്യൂട്ടാകാമെന്നത് പോസ്റ്റിനെ പറ്റൂ ഡോക്ടറെ. സലീം കുമാർ ഡോക്ടർ ഉണ്ട്, എന്തെങ്കിലും പറയാനുണ്ടോ സലീം കുമാർ ഡോക്ടറെ? അതെ, ഞാൻ ഒളിവിലാണ്. അത് കേൾക്കാവോ? കേൾക്കാം. ഞാൻ വളരെ കാര്യമായിട്ട് പറയാനിരുന്ന ഒരു സാധനം രമ ചേച്ചി എടുത്ത് തട്ടി. എനിക്ക് വളരെ പ്രതിഷേധമുണ്ട്. അതായത് ഈ ഇതുപോലെ 18 വർഷമായിട്ട് ഈ ഇതുപോലെ ഈ ചിക്കൻപോക്സ് അല്ല ഹെർപ്പിസ് വന്നിട്ട് ഒരാളുടെ മുതുകിൽ വേദനയും നമ്പരസും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ടിപ്പുകളൊന്നും നോക്കിയില്ല. ഞാൻ ഇതൊരു ബുക്ക് റെഫർ ചെയ്തപ്പോൾ ഏതൊരു ബുക്കിൽ അത് എഴുതിയിട്ടുണ്ട്. ഹരി ഡോക്ടർ ഏതൊരു ബുക്കിൽ അത് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ബുക്ക് വായിച്ചിട്ട് ഈ പേഷ്യന്റിനത് കൊടുത്തു. അയാളുടെ കുട്ടിയെയും കൊണ്ട് വന്നതാണ്. അപ്പൊ ഇയാൾ ഇങ്ങനെ ഒരു സിംറ്റം പറഞ്ഞു. എനിക്ക് ഇങ്ങനെയുണ്ട്, 18 വർഷമായി സാറേ ഇത് സഫർ ചെയ്യണത്, ഇതിന് വല്ല ദിവസം ഉണ്ടാവും. ഞാൻ മരുന്ന് തന്നു നോക്കുമെന്ന് പറഞ്ഞു. ഇയാൾ ഒരു ആന്ധ്രക്കാരനാണ്. അയാള് പിറ്റേ ദിവസം എന്നെ വിളിച്ചു. അന്ന് രാത്രി ഫ്ലൈറ്റ് പോകാനുള്ള. ഞാൻ നിങ്ങളെ 18 കൊല്ലം മുമ്പ് ആയിട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അന്ന് എൻ്റെ അടുത്ത് 200 ഉണ്ടായിരുന്നുള്ളൂ. അയാളെ ഈ സാധനം മാറിപ്പോയി 24 hour കൊണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ ഈ അത്രയ്ക്ക് അത് മുതുകിൽ തന്നെ വരുന്ന അയാൾക്ക് പെയിനും ഈ നമ്പരസും ഉണ്ടായിരുന്നു. അത് എനിക്ക് ഏതൊരു ബുക്കിനകത്ത് ഉണ്ട്. അത് അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് അസുഖത്തിനും ഈ ഹെർപ്പിസിനും സാധാരണ കൊടുക്കുമല്ലോ. അങ്ങനെ ഞാൻ അധികം കൊടുത്തിട്ടില്ല. പക്ഷെ അതിന് ശേഷം വരുന്ന ഏത് കംപ്ലൈന്റും മെസ്സീൽ ഓർക്കണം, എപ്പോഴും നല്ലതാണ്. ഓക്കെ. ജയലളിത ഡോക്ടർ പറഞ്ഞു ഐ ഗോട്ട് റിസൾട്ട് ഓൺ റൂട്ട. ഹെർപ്പിസിന് തന്നെയാണെന്നു. ഹരിഹർ സാറേ, ഈ കൈവിരലിനൊക്കെ ഒരു തരിപ്പില്ല, അതിനേതാ നല്ലത്? അതെ, കൈവിരലിനൊക്കെ ഈ കോസ്റ്റിക്ക നല്ല ബെസ്റ്റ് മെഡിസിൻ ആണ്. അത് കോസ്റ്റിക്കം ട്രെന്നം പൊട്ടൻസി കൊടുക്കണം. നമുക്കത് പറഞ്ഞു തന്നെ കൊടുക്കാം. 100% പറഞ്ഞു തന്നെ കൊടുക്കാം. പിന്നെ അതുപോലെ ഈ മരവിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ സീരിയസ് ആയ ചില മരവിപ്പുകൾ വരാൻ സാധ്യതയുണ്ട്. അത് നമ്മള് ശ്രദ്ധിക്കാതെ പോകരുത്. കാരണം ചുണ്ടിൽ വരുന്ന മരവിപ്പ് അപകടകാരിയാണെന്ന് കേട്ടിട്ടുണ്ട്. ചുണ്ടിൽ വരുന്ന, അതുപോലെ തന്നെ ഫേസിൽ വരാം.
ഒരു വശം മൊത്തമൊക്കെ ചിലപ്പോൾ മരവിപ്പായിട്ട് വന്ന് ചിലപ്പോൾ അതൊരു സ്ട്രോക്കിന്റെ മുന്നോടിയായി വരുന്ന മരവിപ്പാണെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ഹരിയൻ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ടായി. ഒരു ലേഡി സ്കൂട്ടറിന് നല്ല മഴയത്ത് സ്കൂട്ടറിന് പോയിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് അവരുടെ ഫേഷ്യൽ പാരാലിസിസ് വന്നു. ഇതുപോലെ എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഫേസ് അല്ല, എന്റെ ഫേസ് ഇങ്ങനെയല്ല. ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് തുപ്പാൻ പറഞ്ഞു. അപ്പൊ അവർ തുപ്പുമ്പോൾ സൈഡിലോട്ടാ പോണത്. അപ്പൊ നല്ല തണുപ്പത്ത് വണ്ടി ഓടിച്ചിട്ട് വന്നതാണ്. പക്ഷെ അന്ന് എനിക്ക് ഈ കോസ്റ്റിക്കൊന്നും തോന്നിയില്ല. എനിക്ക് പെട്ടെന്ന് ബെൽസ് പാൽസി ആയിട്ട് തന്നെ തോന്നിയത്. പക്ഷെ പേഷ്യന്റിന് അത് മരവിപ്പായിട്ടാണ് ഫീൽ ചെയ്യണത്. അത് ഞാൻ ബെല്ല് കൊടുക്കുകയും അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കാൻ പറയുകയും ചെയ്ത് അടുത്ത പേഷ്യന്റിനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ബെൽസ് പാൽസി മാറിപ്പോയി. ആ സൈഡിലേക്ക് ഈ മരവിപ്പ് തോന്നിയിരുന്ന മരവിപ്പ് മാറി. അപ്പൊ അവരുടെ മുഖം നേരെ ആയിട്ടുണ്ട്. ഞാൻ തുപ്പി നോക്കാൻ പറഞ്ഞു, കറക്റ്റ് ഫ്രണ്ടിലേക്ക് തുപ്പി. ഇത് ഏതാനും മിനിറ്റുകൾ കൊണ്ട് അത് വ്യത്യാസം വന്നു. അപ്പൊ ഈ പാൽസിക്കൊക്കെ നമ്പറസ് ആയിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ്. ഓക്കെ സലീംകുമാർ ഡോക്ടറെ, അതൊരു സ്ട്രോക്ക് ആവാൻ പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്താ ചെയ്യാൻ പറ്റുക? അത് ഞാൻ ഹരിഹരൻ ഡോക്ടറെ ഏൽപ്പിക്കുന്നു. ഞാനാണെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അക്കോണൈറ്റ് 10 ഒരു ഡോസ് കൊടുക്കും. ഇവിടെ ലത്തീഫ് സാറിന് സ്ട്രോക്ക് വന്നില്ലേ? ലത്തീഫ് സാറിന് സ്ട്രോക്ക് വന്നപ്പം ഈ മീറ്റിംഗില് എല്ലാരും ചോദിച്ച് ഓരോരുത്തർ മരുന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ മരുന്ന് അക്കോണൈറ്റ് 10 ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആ സ്ട്രോക്ക് വന്നാൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ട മെഡിസിൻ അക്കോണൈറ്റ് ആണ് കൊടുക്കേണ്ടത്. അതിന് യാതൊരു സംശയവുമില്ല. ഇത് അക്കോണൈറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത മരുന്നിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇപ്പൊ തന്നെ തീപ്പൊള്ളലായിട്ട് വരുന്നു എന്ന് വിചാരിച്ചോ. ഞാനൊക്കെ എന്റെ എന്തുമാത്രം കേസാ ഞാൻ തീപ്പൊള്ളലൊക്കെ ഭേദമാക്കിയിരിക്കുന്നത്. ഈ തീപ്പൊള്ളൽ വന്നു കഴിഞ്ഞാൽ അത് ആദ്യം കൊടുക്കേണ്ട മെഡിസിൻ അക്കോണൈറ്റ് ആണ്. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ തീ പൊള്ളുമ്പോ ഒരു ഫിയർ ഉണ്ട്, ഒരു ഫിയർ. ആ ഫിയർ മാറിക്കഴിഞ്ഞാൽ പിന്നെ വേറെ കാന്താരിസോ ഒക്കെ കൊടുക്കാം. പക്ഷേ ഫസ്റ്റിൽ കൊടുക്കേണ്ട അക്കോണൈറ്റ് കൊടുക്കണം. അത് എന്തിനാന്ന് വെച്ചാൽ മെന്റൽ ഷോക്ക് ഉണ്ട്. ആ മെന്റൽ ഷോക്ക് ക്ലിയർ ചെയ്താലേ ശരീരം പിന്നെ ബാക്കി ഭാഗമൊക്കെ ക്ലിയർ ചെയ്ത് വരുത്തുള്ളൂ. എപ്പം നമ്മൾ ചികിത്സിക്കുമ്പോഴും നമ്മുടെ മനസ്സിന് ആദ്യം ആ മൈൻഡിന് ആ ഡിറേഞ്ച്മെന്റ് വരുമ്പോഴാണ് പിന്നെ പത്തോളജിക്കൽ ഡിറേഞ്ച്മെന്റ് വരുന്നത്. ആ മൈൻഡിന് നമ്മൾ ആദ്യം മെഡിസിൻ അങ്ങോട്ടേക്ക്, അതിന് ബെസ്റ്റ് മെഡിസിൻ ഈ അക്കോണൈറ്റ് ആണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കാർ ആക്സിഡന്റ് ആയിട്ട് വരുന്നു, ഇല്ലെങ്കിൽ തീപ്പൊള്ളലായിട്ട് വരുന്നു, ഇതൊക്കെ നമ്മൾ ആദ്യം കൊടുക്കേണ്ട അക്കോണൈറ്റ് ആണ്. അതിനുശേഷം നമുക്ക് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൊടുക്കാം. ഈ എൻ്റെ ഒരു കേസ് ഞാൻ പറയാം. എൻ്റെ മോളുടെ കുട്ടി, അവന് ഇഴഞ്ഞു കിടക്കുന്ന പ്രായം, കുളിമുറിക്കകത്ത് ഈ ഹീറ്ററിൽ നിന്ന് വെള്ളം എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല തിളച്ച വെള്ളം. ഞങ്ങൾ ആരും കണ്ടില്ല. ഇവനെ എഴഞ്ഞെഴഞ്ഞ് എന്ന് ആ വെള്ളം ആ ബക്കറ്റ് എടുത്ത് മറിച്ചു. കുഞ്ഞിന്റെ ആ പെന്നിസിന്റെ ഭാഗവും തൊടയും എല്ലാം അങ്ങോട്ടേക്ക് പൊള്ളി. കുഞ്ഞു കിടന്ന് ഭയങ്കര കരച്ചില് എന്ന് വെച്ചാൽ ഭയങ്കര കരച്ചില്. പിന്നെ അവനെ അവിടെ പൊക്കി എടുത്തോണ്ട് വന്ന് ഞാൻ ഈ തറയെ കിടത്തിയിട്ട് ഈ അക്കോണൈറ്റ് ആണ് ആദ്യം കൊടുത്തത്. ഞാൻ അക്കോണൈറ്റ് വണ്ണം ഒരു പാത്രത്തിലെടുത്ത് ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത് എന്താന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും അറിഞ്ഞിരുന്നോ തീപ്പൊള്ളൽ എങ്ങനെയാ ചികിത്സിക്കുന്നത്? അതായത് കുറച്ച് അവിടെ ബണ്ടിൽ ഓഫ് കോട്ടൺ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഒരു ബണ്ടിൽ കോട്ടൺ എപ്പോഴും എൻ്റെ വീട്ടിനകത്ത് കാണും. ഞാൻ ആ കോട്ടൺ എടുത്ത് വെള്ളത്തിലോട്ട് അങ്ങോട്ടേക്ക് മുക്കി, പച്ചവെള്ളത്തിൽ എടുത്ത് അങ്ങോട്ട് മുക്കിയിട്ട്, ഈ കുറച്ച് കാന്താരിസ് ടിഞ്ചർ അതിനകത്ത് പടപടാന്നും പറഞ്ഞ് ഒഴിച്ചു, ഡൈല്യൂട്ട് ചെയ്തിട്ട്, അത് ഒരു ഉദ്ദേശം കണ്ട് അങ്ങ് ഡൈല്യൂട്ട് ചെയ്ത്, എന്നിട്ട് ഈ കോട്ടനകത്ത് ഇട്ടിട്ട് അത് കുറച്ച് പിഴിഞ്ഞു, ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു. ചെറുതായിട്ട് വെള്ളം നിപ്പുണ്ട്. അവന്റെ ദേഹം എവിടൊക്കെയാ പൊള്ളിയെന്നറിയാൻ മേല. കുഞ്ഞു കിടന്ന് ഭയങ്കര കരച്ചില.
ഞാൻ ദേഹം മുഴുവൻ, അതായത് അരയ്ക്ക് കീഴ്പോട്ടും വയറിന്റെ അവിടെയും എല്ലാം ഈ കോട്ടൺ വെച്ചങ്ങ് പൊതിഞ്ഞു. കോട്ടൺ വെച്ച് പൊതിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ കരച്ചിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡോസ് കാന്താരിസ് 30 കൂടെ കൊടുത്തു, ഡൈല്യൂട്ട് ചെയ്തു. 2-3 ഡ്രോപ്പ് ഇറ്റിച്ചിട്ട് അതിനകത്തുനിന്ന് ഫ്രീക്വന്റ് ആയിട്ട് ഇത് കൊടുത്തു. നേരത്തെ അക്കോണൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ പൊസിഷനില് ആ തറയെ കിടന്ന് കുഞ്ഞ് ഒന്നുറങ്ങി. നേരം വെളുത്ത് നോക്കുമ്പോ ഉണ്ടല്ലോ, ഒരൊറ്റ സ്ഥലത്ത് പൊള്ളി കുടിഞ്ഞിട്ടില്ല, ഒരു ചുമപ്പ് രേഖ മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാന്താരിസ് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞ് അതൊക്കെ കാന്താരിസിന്റെ 200 ഒരു മിനിമം ഡോസും കൊടുത്ത് അതങ്ങ് ക്യൂർ ചെയ്ത് പോയി. കംപ്ലീറ്റ് ആ തൊലി ഈ പടം പൊഴിയുന്ന കണക്ക്, ഈ ചേരയുടെ ഇഴജന്തുക്കളുടെ പടം പൊഴിയുന്ന കണക്ക് ആ ഫീലിംഗ് കംപ്ലീറ്റ് തൊലി അങ്ങോട്ട് പോയി. അത്രയും ഭാഗത്തെ ഒരൊറ്റ സ്ഥലത്ത് കൂടുന്നില്ല. അതാണ് ഹോമിയോപ്പതി. ഇതുപോലത്തെ ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്. ഇത് കഴിഞ്ഞിട്ട് എത്ര കേസുകൾ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കിയിരിക്കുന്നു. ഈ ബേണിംഗ് കേസ് എനിക്ക് തോന്നാറുണ്ട് ഒത്തിരി പേര് മരിക്കുന്നുണ്ട് ഈ ബേൺ ചെയ്തേ. ആ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ ഇതുപോലെ തന്നെ തീ പൊള്ളി മരിച്ചു. അപ്പൊ ഞാൻ ഓർത്തു, കഷ്ടമായി പോയല്ലോ, ഇത് ഹോമിയോപ്പതി മരുന്ന് ചെയ്താൽ മതിയല്ലോ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. എന്താന്ന് വെച്ചാൽ അത് ഈ മാനേജ്മെന്റ് ഒക്കെ അവരുടെ നല്ലതാണ്, പക്ഷെ ട്രീറ്റ്മെന്റ് പോരാ. ട്രീറ്റ്മെന്റ് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് തന്നെയാണ് ഏറ്റവും നല്ലത്. അത് ചിലപ്പോ ഈ ഗ്രേഡ് ഒത്തിരി കൂടിയാല് എന്ത് ഗ്രേഡാ ഡോക്ടറെ? ഇവന്മാര് പറയുന്നതല്ലേ ഗ്രേഡ്? എന്തൊന്ന് ഗ്രേഡാ? രോഗിക്ക് മനസ്സുണ്ട് ജീവനും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ വൈറ്റൽ ഫോഴ്സ് കറക്റ്റ് ആണെന്നാണ്. അത് പിന്നെ നമ്മൾ റീഗെയിൻ ചെയ്താൽ മതി. എന്ത് ഗ്രേഡാണ് ഇവർ പറയുന്നത്? ഗ്രേഡ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക, ഇത് നമ്മളെ പേടിപ്പിക്കുക. ഗ്രേഡ് നമ്മൾ ഹോമിയോപ്പതി മരുന്ന് കൊടുക്കണം. കറക്റ്റായിട്ട് ഹോമിയോപ്പതി മരുന്ന് കൊടുത്താൽ അവിടെ എല്ലാം ഈ ഗ്രാനുലേഷൻ ടിഷ്യൂ ഉണ്ടായി വരും. ചിലപ്പം ചില ഡിഫോമിറ്റീസോ ഇല്ലെങ്കിൽ ചിലപ്പോ സ്കാറിന്റെ ഈ അവര് ഗ്രേഡ് പറയുന്നത് നമ്മളത് സിവിയർ ആണോ? അത്ര സിവിയർ അല്ലേ? അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. അല്ല, അവര് 40% മുകളില് പൊള്ളിയാലും മരിച്ചു പോകുന്ന തന്നെ പറഞ്ഞിരിക്കുന്നത്. 65% പൊള്ളിയ ആളെ രക്ഷിച്ചിട്ടുണ്ട്. ഇന്റേണൽ ഓർഗനൊക്കെ ചിലപ്പം അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ, പൊള്ളിയിട്ടുണ്ടെങ്കിലേ. ഡോക്ടറെ, ഈ ഓർഗനൊക്കെ രണ്ടാമതുണ്ടായി വരും. അതാണ് സംസാരിക്കുന്ന രോഗി എങ്ങനെ മരിക്കാനാ? സംസാരിക്കുന്ന രോഗി എങ്ങനെ മരിക്കും? നല്ല മനസാന്നിധ്യമുള്ള രോഗി എങ്ങനെ മരിക്കും? പെയിന്റിംഗ് ആണെങ്കിലോ സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നുമില്ല, അബോധാവസ്ഥയിലാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും അപ്പോഴും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതെനിക്കറിയാൻ മേല. എൻ്റെ വിചാരം എന്താന്ന് വെച്ചാൽ, ഇത് കോൺഷ്യസ് ആണെങ്കിൽ, പേഷ്യന്റ് കോൺഷ്യസ് ആണെങ്കിൽ നമുക്ക് ഈ മെഡിസിൻ കൊടുക്കുകയും ചെയ്യാം, നമുക്ക് റീഗെയിൻ ചെയ്ത് എടുത്തുകൊണ്ട് വരാം എന്നാണ് എൻ്റെ ഒരു മനസ്സിലെ വിചാരം. സാറ് പറഞ്ഞ ഒരു വ്യത്യാസം. ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് ഈ വെടിക്കെട്ടിലൊക്കെ പൊട്ടിയിട്ട് പൊള്ളിയിട്ട് ഈ 40% മുകളിൽ പൊള്ളിയത് കൊണ്ട് ഈ പൊള്ളിയവന്മാർക്ക് 2 ദിവസം കഴിയുമ്പോൾ പെയിനൊക്കെ പോകും. എന്നിട്ട് അവരിരുന്ന് വർത്താനം പറയും, ചിരിയും കളിയൊക്കെ ആയി തുടങ്ങും. പക്ഷെ ഡോക്ടർമാര് ഇവനെ മരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തേക്കുക. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരാഴ്ചക്കുള്ളിൽ മരിച്ചു പോകും, കിഡ്നി ഫെയിലർ ആയിട്ട്. അപ്പൊ അവിടെയൊക്കെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എത്ര പേര്, എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. ഒരു പട്ടം വളഞ്ഞിരുന്ന് കളിക്കുകയാണ് ഈ പടക്കം പൊട്ടിത്തെറിച്ച് തീ പിടിച്ചിട്ടേ. അവരായിട്ട് ഡോക്ടർമാര് മരിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാ. അവര് ചിരിയും കളിയായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാ. അവിടെയൊക്കെ ഹോമിയോപ്പതി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെടും. പക്ഷെ ആൾക്കാർ പോലും കൊണ്ടുവരില്ലല്ലോ, സമീപിക്കില്ലല്ലോ. അതാണ് അതിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മള് സബ്ജക്ട് മാറിപ്പോകുന്നു. ഞാനും അതെ ഹരി, ഞാനും അതെ. ഇമോഷണൽ ആയിട്ട് ഏതൊരു ആക്സിഡന്റ് ആവട്ടെ, പൊള്ളലാവട്ടെ, എന്ത് വന്നാലും ഇമോഷണൽ ആയിട്ട് അവരൊന്ന് ഭയന്നു കണ്ടാൽ അവർക്ക് അക്കണേറ്റ് 10 ഒരു ഡോസ് കൊടുത്തിട്ടാണ് ഞാൻ ഓരോന്ന് കൊടുക്കുക. അതുപോലെ തന്നെ സ്ട്രോക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, അങ്ങനെ വരുമ്പോ അക്കണേറ്റ് 10 കൊടുത്തു കഴിഞ്ഞിട്ട് ഫോളോഡ് ബൈ ആർണിക്ക 3x. ഇത് നമ്മുടെ ജെയിംസ് പോൾ പറഞ്ഞു.
അപ്പൊ സലീം കുമാർ ഡോക്ടർ പറഞ്ഞ കണക്ക് നമ്മളെ നമ്പിനെസ് ആണ് നമ്മളെ വിഷയം. അതെ അതെ. അതെ. ഓക്കെ, അപ്പൊ ഇനി തിരിച്ച് അതിലോട്ട് തന്നെ വരട്ടെ. 49 ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ദേവൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നമ്പിനെസ്സിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ദേവൻ ഡോക്ടറെ പറയൂ. ദേവൻ ഡോക്ടറോട് സംസാരിക്കാം. ദേവൻ ഡോക്ടറെ ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ ഡോക്ടർ. ഞാൻ പ്രധാനമായിട്ടും ഒന്ന് കയറിയത് നമ്പനസിനെ കുറിച്ച് പറയാനല്ല. നമ്മളെ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കൂട്ടായ്മ സീറ്റ് ഫുള്ളായതുകൊണ്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ നിർത്തിയിരിക്കുകയാണ്. എല്ലാ ഡോക്ടർമാരുടെ ഇടയിൽ നിന്നും വളരെ നല്ല സഹകരണമാണ് ഉണ്ടായത്. അത് 30-ാം തീയതി ഞായറാഴ്ചത്തെ ഹോള് ഏതാണ്ട് ഫുള്ളായിരിക്കുകയാണ്. ഹോള് ഫുള്ളായതുകൊണ്ട് നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. സഹകരിച്ച എല്ലാ ഡോക്ടർമാർക്കും നന്ദി പറയുന്നു. നമ്പനസിന് ഇപ്പൊ ഞാൻ ഇടയ്ക്കാണ് കയറിയത്. ഞാൻ ഈ പറഞ്ഞ അക്കോണൈറ്റ് ഞാൻ ഉപയോഗിക്കാറുള്ളതാണ്. പിന്നെ ഒരൊറ്റ മെഡിസിൻ മാത്രം പറയാം, കോഡിനം. ഡയബറ്റീസ് വിത്ത് നമ്പനസിന് കോഡിനാണ് മെഡിസിൻ. അത് ഏകദേശം സ്പെസിഫിക് ആണ്. ഡയബറ്റീസ് വിത്ത് വേറെ കുറെ സിംറ്റം ഉണ്ടെങ്കിൽ പോലും ടിംഗ്ലിംഗ് കോഡിനം 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 COD കോഡിനം ഡയബറ്റീസ് മറ്റേ മനസ്സിലായി. അതന്നെ കൊടൈനം അങ്ങനെ അങ്ങനെ എതിർപ്പൊന്നും ഏത് പൊട്ടൻസിയാ? പൊട്ടൻസി അങ്ങനെ കൃത്യ പൊട്ടൻസി ഒന്നുമില്ല, ഹയർ പൊട്ടൻസി ആണ് പൊതുവെ. അത് ഈ നമ്മളെ നേഴ്സിനെ ഒക്കെ ആക്ട് ചെയ്യുന്നതുകൊണ്ട്, ഹയർ ഏരിയയിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഹയർ പൊട്ടൻസി ആണ് കൊടുക്കണം. പിന്നെ പെയിൻ വിത്ത് നമ്പനസിന് അമോമിലയാണ് സ്പെസിഫിക് എന്ന് പറയാവുന്ന പോലെ. പെയിൻ വിത്ത് നമ്പനസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്പനസിന് പെയിൻ ഉണ്ടാവത്തില്ല, പക്ഷെ പെയിൻ അഫക്റ്റഡ് പാർട്ട് നമ്പനസ് ഉണ്ടെങ്കിൽ സമോമിലയാണ്. അതോടൊപ്പം ഈ എവിടെയെങ്കിലും ഒക്കെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ചിലർ പറയും കത്തി മുറുക്കി പിടിച്ച കൈ മരവിക്കും എന്ന് പറയും, അല്ലെങ്കിൽ ബസ്സിൽ കയറി കമ്പിയെ പിടിച്ചോണ്ട് നിന്ന കൈ മരവിക്കും എന്ന് പറയും. അപ്പൊ അതിനും ചമ്മോമില, അങ്ങനെ പറയുന്നവർക്ക് ചമ്മോമില വരാറുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ കൂട്ടത്തില് ഈ നമ്മുടെ പ്രസാദ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, പിറ്റ്യൂട്ടറിൻ നല്ലൊരു മെഡിസിൻ ആണ് സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യാൻ. സ്ട്രോക്ക് സംശയിക്കുന്ന കേസുകളിലും ആർണിക്കായും പിറ്റ്യൂട്ടറിനും ആണ് ഏറ്റവും നല്ല. ആ പിറ്റ്യൂട്ടറിന് ബോറിക്ക് എടുത്തൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പിറ്റ്യൂട്ടറിൻ. അതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയാൽ അത് അറിയാൻ പറ്റും. ഇപ്പം പിന്നെ ആർണിക്ക വിത്ത് റെഡ് ഫേസ് ഒക്കെ ആണെങ്കിൽ, ആർണിക്ക പൊതുവെ ആർട്ടീരിയോസ്ക്ലീറോസിസിന് നല്ലതാണ്. അപ്പൊ ആ രീതിയിൽ ഒരു പതോളജിക്കൽ ആക്ഷനും കൂടി അതിന് വരും. പിറ്റ്യൂട്ടറിനും അത് തന്നെയാണ് ആക്ഷൻ. ഇപ്പൊ സ്ട്രോക്കിന്റെ കാര്യം ഇതിൻ്റെയൊക്കെ വന്നതുകൊണ്ട് ഞാൻ അത് പറഞ്ഞതന്നേ ഉള്ളൂ. പിന്നെ നമ്പനസിന് ഈ പറഞ്ഞ പ്ലാറ്റിന ഇതൊക്കെയാണ്, പ്ലാറ്റിന കൊടുക്കും. പിന്നെ ഇതൊക്കെയാണ്. പിന്നെ ഇത് ഒരു ക്രീപ്പിംഗ് സെൻസേഷൻ, വേംസ് ഒക്കെ ക്രീപ്പിംഗ് സെൻസേഷന് ഒരു മെഡിസിൻ ഓർമ്മ വരുന്നു. കൊക്കൈൻ നല്ല മെഡിസിനാണ്. എന്തോ പിറ്റ്യൂട്ടറിന് ഏത് പൊട്ടൻസിയാ കൊടുക്കണം പ്രിവെന്റ് ചെയ്യാൻ? 30 കൊടുക്കാം. ഒരു വാസോ കൺസ്ട്രിക്റ്റഡ് ആണ്. അത് അതിന്റെ പിന്നെ അലോപ്പതിക് മോഡിൽ ആക്ട് ചെയ്യുമ്പോൾ ഫിസിയോളജിക്കൽ ആക്ഷൻ ഒരു വാസോ കൺസ്ട്രിക്റ്റർ ആണ്. നമുക്കത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടും അത് പ്രവർത്തിക്കും. വാസോ കൺസ്ട്രിക്റ്റർ ആണ്. അത് ഈ ബോറിക്കിൽ പറയുന്നത് അത് എത്ര CC ആന്ന് ഓർക്കണല്ലോ, അത്ര CC. ഈ ബ്ലീഡിങ്, ഡെലിവറി കഴിഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ അത് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാസോ കൺസ്ട്രിക്ഷൻ അവിടെ നടന്നിട്ട് നമ്മൾ അവിടെ ബ്ലഡ് ഫ്ലോ അറസ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ അത് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോമിയോപ്പതി അങ്ങനെയാണല്ലോ, അതിന്റെ നേരെ തിരിച്ചൊരു ആക്ഷൻ വരും. പൊട്ടൻസി വരുമ്പോൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് അത് ഉപയോഗിക്കുന്നത്. അങ്ങനെ പിറ്റ്യൂട്ടറി വളരെ നല്ല മെഡിസിൻ ആണ്. പിന്നെ ഇതൊക്കെ അർണിക്ക 30 ആണ് സാധാരണ, 30 ആണ് തുടങ്ങാറുള്ളത്. ചില കേസുകളിൽ അപൂർവം, ചില കേസുകളിൽ അല്ലാതെയും കൊടുക്കാറുണ്ട്.
ഞാനിപ്പോ ഓക്കെ ഇത് പറയാനാണ് ഞാൻ മറ്റത് ആർണിക്ക പറയാനാണ് 3x കയറിയത്. കൊടുക്കുക. ഹലോ, ഞാൻ ആ ആ ആർണിക്ക 3x തുടങ്ങാം. ഇങ്ങനെയല്ല ഇതിന് 3x. ഫ്രീക്വന്റ് ഡോസ് കൊടുക്കും. ചിലപ്പോ 3-4 ഡോസ് കൊടുക്കും. ഫോളോഡ് ബൈ പിറ്റ്യൂട്ടിനും കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ പ്രിവെന്റീവ് പോലെ കൊടുത്തിട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്പിനെസിനെ കുറിച്ച് ഒത്തിരി അറിവുകളായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ്, കേസുകൾ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? സംശയമുണ്ട്. ഉണ്ടോ? പറയട്ടെ. ചോദിച്ചോളൂ സാർ, പറഞ്ഞത് ചോദിച്ചോളൂ. എന്താണ് ബോൾ ഓഫ് ദ തമ്പ്, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞെന്ന് തോന്നുന്നു. അതെന്താണ്? ഹരികാരൻ ഡോക്ടർ പോയാ? ഇല്ല, ഞാൻ പോയിട്ടില്ല. ബോൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞിരുന്നു. അതെന്താണ്? ഞാൻ ഡോക്ടറെ ഈ ബോൾ ഓഫ് തമ്പ് എന്ന് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ഈ തമ്പിന്റെ ഈ ഏതാണ്ട് ഈ അടിവശത്ത്, അതായത് ഈ ടിപ്പിന്റെ അടിവശത്ത് ആണ് ഞാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് ബോൾ ഓഫ് ദി തമ്പ് എന്ന് വെച്ചിരിക്കുന്നത്. അത് അങ്ങനെ ആ വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള പൊസിഷൻ ഇതാണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഡോക്ടർ ഉദ്ദേശിക്കുന്നത് എവിടെ? അല്ല, ഞാൻ ധരിച്ചത് പല തീനാർ മസിൽസോ ഹൈപ്പോ തീനാർ മസിലാണെന്നാണ് ഞാൻ കരുതിയത്. അതാണ് ചോദിച്ചത്. ഞാനിതാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഞാനിത് ഡിക്ഷണറി ഒന്നുകൂടെ നോക്കാം. ഞാൻ ഇങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് തോന്നുന്നത് തീനാർ മസിലും ഹൈപ്പോ തീനാർ മസിലും ആണെന്നാണ് ഇപ്പൊ എനിക്കും തോന്നുന്നത്. ഈ ട്രിഗർ ഇതിന് അവിടെയാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നതും. അതേപോലെ തന്നെ മറ്റേ ഈ ഡ്യൂപ്പട്രൻസ് കോൺട്രാക്ട്, അതുപോലെ തന്നെ ഈ ടണൽ സിൻഡ്രോം, കാർപ്പൽ ടണൽ സിൻഡ്രോം. അപ്പൊ ഇതിലൊക്കെ ഒരു എക്സസൈസ് പറഞ്ഞ റൊട്ടേഷനേക്കാൾ നല്ലത്, കുറച്ചുകൂടെ നല്ലത് ഡീവിയേഷൻ ആണ്. അതായത് ലാറ്ററൽ മീഡിയേഷൻ, മീഡിയൽ ഡീവിയേഷൻ, ഓർ ഡീവിയേഷൻ ടു അൾന, ഡീവിയേഷൻ ടു റേഡിയസ്, അഡക്ഷൻ, അബ്ഡക്ഷൻ, അങ്ങനെയുള്ള വാക്കുകൾ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. ടെക്നിക്കൽ അഡക്ഷനും അബ്ഡക്ഷനും അതതിന്റെ ശരിക്കും ടെക്നിക്കൽ വേർഡാണത്. അഡക്ഷനും അബ്ഡക്ഷനും. അഡക്ഷൻ അതാണ്. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ റൊട്ടേറ്റ് ചെയ്യല്ല, കറക്കുകയല്ലേ? അങ്ങനെ കറക്കുക. ഈ റിസ്റ്റ് ജോയിന്റ് തന്നെ ഇങ്ങനെ കറക്കാൻ ഡോക്ടർ. കറക്കൽ കൂടാതെ ഇത് ഉണ്ട്, അഡക്ഷൻ, അബ്ഡക്ഷൻ, ഡീവിയേഷൻ ടു, അതായത് ലാറ്ററൽ ആൻഡ് മീഡിയൽ ഡീവിയേഷൻസ്. അതായത് ഇപ്പൊ ഒരു ഞാൻ ഉദ്ദേശിച്ചത് മീഡിയൽ റൊട്ടേഷനും ലാറ്ററൽ റൊട്ടേഷനും, പിന്നെ അഡക്ഷൻ, അബ്ഡക്ഷൻ, then rotation, whole rotation of the wrist. അത് തന്നെ. അതെ, whole rotation of the wrist. പിന്നെ അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റിസ്റ്റിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം വെച്ച് അതിന് റിസ്റ്റിന്റെ ആ ഭാഗം രണ്ട് കൈയുടെ റിസ്റ്റിന്റെ അത് വെച്ച് ഇങ്ങനെ ഞാൻ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്യാം. അതായത് രണ്ട് കൈയുടെ ഇത് വെച്ചുണ്ടല്ലോ, അത് ഇങ്ങനെ 10 പ്രാവശ്യം ഞാൻ ചെയ്യിക്കുന്നത്. ഇങ്ങനെ ആ എക്സർസൈസും ചെയ്യിക്കും. നല്ല റിസൾട്ടാണ് അത്. ഓക്കെ, ഹരിവൻ സാറേ, നമ്മള് ഏകദേശം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഡോക്ടേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും കേസോ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഏകദേശം സമയമായി. ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കേണ്ട സമയമായി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെന്ന് വിചാരിക്കുന്നു. ആരും ഹാൻഡ് റൈസ് ചെയ്യാത്തതും. ലാസ്റ്റ് ഒരു റിക്വസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സജഷൻ. പറയൂ സാർ. ഒന്ന്, ഈ സ്ട്രോക്ക്, അതിന് പ്രത്യേകം ഒരു ചർച്ച വെക്കണം. ഇതിന്റെ ഇടയ്ക്ക് വല്ലപ്പോഴും അത് നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചർച്ച സ്ട്രോക്കിന് വെക്കുന്നത്. തീർച്ചയായിട്ടും വെക്കാം. സാറ് തന്നെ ചർച്ചയല്ല, ഒരു ക്ലാസ് ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ ചർച്ചയായിട്ട് വേണമെങ്കിൽ എങ്ങനെ വെക്കാം. അതല്ല സാർ ഒരു ക്ലാസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ അത് വെക്കാം. എന്താന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ച് ചെയ്യാം, എത്രയും വേഗം. അതാ നല്ലത്. അല്ലല്ലേ ഏകദേശം. ഓക്കെ, ഒരു ക്ലാസ് തന്നെ വെക്കാം. ജെയിംസ് പോൾ സാറിന്റെ ക്ലാസ്, അതിൽ മറ്റുള്ളവർക്ക് ആഡ് ചെയ്യേണ്ടത് ചെയ്യാം, അല്ലെങ്കിൽ മെഡിസിനൽ പാർട്ട് പറയാം. ജയലളിത ഡോക്ടർ റൈസ് ചെയ്തിട്ടുണ്ട്. ജയലളിത ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഞാൻ പറയാൻ വന്നതേ, ബോൾ ഓഫ് ദ തമ്പ് എന്ന് പറഞ്ഞില്ലേ, അത് ടീനാർ എമിനൻസ്, മോസ്റ്റ് ഫ്ലഷി പോർഷൻ ഓഫ് ദ പാം ഓഫ് ദ ഹ്യൂമൻ ഹാൻഡ്
located adjacent to the second joint of the thumb. അത് തന്നെ ഈ പറഞ്ഞ ടിപ്പിൽ വരുന്ന മാംസം അല്ലെ ഈ ഇത്തിരി പ്രോമിനന്റ് ആയിട്ടുള്ള അതെ 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 തമ്പ് പൾപ്പ് ഫ്ലഷി പോർഷൻ ഓപ്പോസിറ്റ് ടു ദ നെയിൽ ഓഫ് ദ ഫസ്റ്റ് സെഗ്മെന്റ് ഓഫ് ദ തമ്പ്. അതെ, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി നെയിൽ. നെയിൽ എന്ന് പറഞ്ഞാൽ സാറ് ഈ ഈ പറഞ്ഞതെല്ലാം ഒരേ സ്ഥലം തന്നെ, എല്ലാരും ഉദ്ദേശിച്ചത് ഒരേ സ്ഥലം. പൾപ്പെന്ന് പറയുന്നത് അതാണ് പൾപ്പെന്ന് പറയുന്നത് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ്. അത് തന്നെ അതെ. സാറ് ഒത്തിരി കൂടെ അനാട്ടമിക്കലായിട്ട് പറഞ്ഞ് ഹരിഹരൻ സാർ അത് വേറൊരു ഇങ്ങനെ വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. മറ്റേത് കറക്റ്റ് അനാട്ടമി അവിടെ മസിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. എല്ലാം ശരിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോമിനാണ് റൂട്ട 10 കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയത്. അപ്പൊ ആ കൈക്ക് ഒരു നമ്പനസ് ഫീൽ ചെയ്യും മൊത്തം. കൈ പിന്നെ അനക്കാൻ പറ്റൂല, വേദനയും ഉണ്ടാവും, എഴുതാനും പറ്റൂല, പാത്രം തേക്കാൻ പറ്റൂല. അന്ന് ലേഡീസ് വന്ന് പറയുമ്പോ കൈ താഴെ ഇട്ടാലേ കുറയുള്ളൂ. അപ്പൊ കൈ താഴെ ഇടുമ്പോ സർക്കുലേഷൻ കംപ്ലീറ്റ് ആ ഫിംഗേഴ്സിലോട്ട് വന്നില്ലേ, അപ്പൊ ആ ഒരു പോർഷനിൽ പ്രഷർ വന്നതാണത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ആ ഉള്ളം കൈ താഴത്തോട്ട്, വിരലുകൾ താഴത്തോട്ട് ആക്കിയിട്ട് ഉള്ളം കൈ മതിലുമ്മ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് നോക്കാൻ പറയും. അപ്പൊ അങ്ങനെ ഒരു എക്സർസൈസ് ചെയ്യുമ്പോ നല്ല റിലീഫ് ഉണ്ടാവുന്നുണ്ട്, സഡൻ റിലീഫ് ഉണ്ടാവും. വെരി ഗുഡ്. സ്ത്രീകൾക്ക് പൊതുവെ ഉണ്ടാവുന്ന ഒരു കംപ്ലൈന്റ് ആണ്, പ്രസവത്തിൽ മെയിൻ ആയിട്ട് കിട്ടും അത്. ഹരിഹര സാർ പറഞ്ഞതാണ് അത് നേരത്തെ. റൂട്ട ബെസ്റ്റ് മെഡിസിൻ. ഓക്കെ, താങ്ക് യു. റൂട്ട് അല്ലാതെ ഇന്ന് ഹരിഹരൻ സാർ പറഞ്ഞ കോസ്റ്റിക്കോ ഇല്ലേ? കോസ്റ്റിക്കത്തിന്റെ ആക്ഷന് എപ്പോഴും ഈ കോൺട്രാക്ഷൻ ഓഫ് ദി ടെൻഡൻസിന് ഏറ്റവും നല്ല മെഡിസിൻ ആണ് ഈ കോസ്റ്റിക്കം. ഓക്കെ ഹരിഹരൻ സാറേ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. 10 മണി കഴിഞ്ഞു. എന്തായാലും ഇന്ന് എന്താണ് മരവിപ്പുമായിട്ടുള്ള ചർച്ച വളരെ ഗംഭീരമായി തന്നെ നടന്നു. ധനേഷ് ഡോക്ടർ തുടങ്ങി വെച്ചു, അമ്പാടി അമ്മയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ജെയിംസ് പോൾ സാറിന്റെ കുറച്ച് അറിവുകൾ കാര്യങ്ങൾ പങ്കുവച്ചു, ഹരിഹരൻ സാറ് ഒത്തിരി മെഡിസിനും അതിന്റെ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. എന്തായാലും ചർച്ച വളരെ നന്നായി. ഈ ചർച്ച സജീവമാക്കിയ എല്ലാ സീനിയർ ഡോക്ടേഴ്സിനും, ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടേഴ്സിനും, ഹോമിയോപ്പതി സ്നേഹികൾക്കും എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ട് മലയാളം സെഷൻ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ധനേഷ് ഡോക്ടർ എവിടെ പോയി? ധനേഷ് ഡോക്ടർ അല്ല, ഞാനാണ് ഹോസ്റ്റ്. ഓക്കെ.